നിയമസഭയിലെ ഒരു താണ്ഡവം നടത്തിയ ഒരാൾ ഇപ്പോൾ ഒരു പൂക്കി മന്ത്രിയായി നിൽക്കുന്നു. ചില ആളുകൾ പരിഹസിച്ചു, ചില ആളുകൾ അത്ഭുതപ്പെട്ടു. എങ്ങനെയാണ് ഈ വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പൊക്കെ ഇദ്ദേഹത്തെ ഏൽപ്പിക്കുന്നതെന്ന്. പക്ഷേ അതേ ആളുകളെ കൊണ്ട് ഈ മന്ത്രിസഭയിലെ ഏറ്റവും മികച്ച മന്ത്രി ആര് എന്ന് ചോദിച്ച വി ശിവൻകുട്ടിയോളം ഹീറോയിസം ഈ മന്ത്രിസഭയിൽ ആരും കാണിച്ചിട്ടില്ല എന്ന് ഞാൻ നിസ്സംശയം പറയുന്നു. വി ശിവൻകുട്ടി ജയിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ കോൺഗ്രസ് കരുത്തനായ സ്ഥാനാർത്ഥി അവതരിപ്പിക്കണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വി ശിവൻകുട്ടി എങ്ങനെ ജയിച്ചു എന്ന് വെച്ചാൽ കെ മുരളീധരൻ്റെ സാന്നിധ്യമാണ്, സംശയമില്ലാത്ത കാര്യമാണ്. വളരെ വിദ്യാസമ്പന്നനായ, ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്ന, ഒരുപക്ഷെ മലയാളം സംസാരിക്കാൻ അറിഞ്ഞുകൂടാത്ത നായരായ ഒരു സ്ഥാനാർത്ഥി വിജയിപ്പിക്കാൻ താല്പര്യപ്പെടുന്നവരാണ് അവിടെയുള്ള ആളുകൾ എന്നുള്ളത് ശശി തരൂരിൻ്റെ തുടർച്ചയായുള്ള വിജയത്തിൽ നിന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. രാജഗോപാൽ ജയിച്ച 2016 തെരഞ്ഞെടുപ്പിൽ അവിടെ ഒരു രാഷ്ട്രീയ ജാഗ്രത കോൺഗ്രസ് കൃത്യമായി കാണിക്കേണ്ടിയിരുന്നു. ബി ജെ പിയെ ഭരണമേൽപ്പിച്ചാൽ മാറുമോ എന്നുള്ളതിൻ്റെ ആദ്യ സൂചന, എന്ത് സംഭവിക്കുന്നുള്ളതിൻ്റെ ആദ്യ സൂചന പക്ഷേ നെഗറ്റീവാണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം അവരുടെ ആദ്യ പരീക്ഷണ വേദിയായിരുന്നു ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്ന സംഭവം. ബി ജെ പിക്ക് നല്ല വേരോട്ടമുള്ളൊരു മണ്ഡലം തന്നെയാണ്. പക്ഷേ ഒ രാജഗോപാലിനോട് അതല്ലാത്തൊരു സഹതാപം കൂടി നിയമത്തുകാർക്കുണ്ടായിരുന്നു. കാരണം ഒരു മനുഷ്യൻ കഴിഞ്ഞ കുറേ നാളുകളായി അവിടെ മത്സരിക്കുന്നു, തോക്കുന്നു, മത്സരിക്കുന്നു, തോക്കുന്നു. ഒരു തവണയെങ്കിലും അദ്ദേഹത്തെ ജയിപ്പിച്ചേക്കാം. തോൽക്കാനുള്ള മനസ്സോടുകൂടി അവിടെ വർക്ക് ചെയ്യാൻ ഒരു നേതാവ് തയ്യാറായി മുന്നോട്ട് വരിക എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അവിടെയാണ് തീരുമാനം മാത്രമല്ല, അതൊരു ഉത്തരവാദിത്വം കൂടിയാണ്. ഉത്തരവാദിത്വമാണ്. അതെ, നമസ്കാരം. കേരളത്തിൽ ആദ്യമായി താമര വിരിഞ്ഞ നിയമസഭാ മണ്ഡലം. ബി ജെ പിയെ പൂട്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഇടതു വലതു മുന്നണികൾ ശക്തി സമാഹരിക്കുന്ന മണ്ഡലം. അതുകൂടിയാണ് നിയമം. നോക്കൂ, സ്ഥാനാർത്ഥികളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഒടുവിൽ ബി ജെ പിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു അക്കൗണ്ട് അത് പൂട്ടിച്ച വി ശിവൻകുട്ടി തന്നെ ഇടതുപക്ഷത്തിന്റെ കോട്ട കാക്കാൻ നിയമത്തിറങ്ങുമെന്ന് കരുതപ്പെടുകയാണ്. അപ്പുറത്ത് ബി ജെ പിയിൽ നിന്നിറങ്ങുന്നത് സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ്. കോൺഗ്രസിൽ നിന്ന് UDF-ൽ നിന്ന് ഒരു അവസാന പേരിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കാൽച്ചുവട്ടിലെ അവസാന മണ്ണ് ഒലിച്ചു പോവാതിരിക്കാൻ കെ മുരളീധരനെയാണ് ഇറക്കിയത്. ഇക്കുറി ആരെയായിരിക്കും UDF ഇറക്കുക എന്നുള്ളതും നമ്മൾ ഉറ്റുനോക്കുകയാണ്. നിയമം ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു മണ്ഡലമാണ്, ഏറെ ചർച്ചകൾ നടക്കുന്ന ഒരു മണ്ഡലമാണ്. ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് ആരായിരിക്കും ആർക്കൊപ്പം? ഈ രാഷ്ട്രീയ വർത്തമാനത്തിൽ എനിക്കൊപ്പം അനൂപ് ഷൺമുഖനുണ്ട്, ജിഷ്ണു രവീന്ദ്രനുണ്ട്, സായ്കുമാറുണ്ട്, ദിപിൻ മാനന്തവാടിയുണ്ട്. നമുക്ക് തുടങ്ങാം. അനൂപ്, നമുക്ക് മണ്ഡലത്തിന്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം, ഒരു പൊതുചിത്രം പറഞ്ഞു തന്നെ തുടങ്ങാം. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങൾ എടുത്താൽ അതിൽ ആദ്യ പടിയിൽ നിൽക്കുന്ന മണ്ഡലമാണ് നേമം. അതെന്തുകൊണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഇത്രയേറെ ശ്രദ്ധ നേമം കേന്ദ്രീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതൊരു ഹോട്ട് കോമ്പറ്റീഷനായി നേമം മാറുന്നത് എന്തുകൊണ്ടാണ്? റോഷ്നി, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതായത് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധാകേന്ദ്രമാണ് നേമം ഇത്തവണ എന്ന് ഉറപ്പിച്ച് പറയാം. കാരണം രാജീവ് ചന്ദ്രശേഖർ തന്നെ മത്സരിക്കുന്നു എന്നുള്ളത് കൊണ്ടും അവർ കേരളത്തിൽ അക്കൗണ്ട് തുറന്നിട്ടുള്ള മണ്ഡലം എന്ന നിലയിലും അത് തിരിച്ചു പിടിക്കേണ്ടതിൻ്റെ ആവശ്യകത, പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലടക്കം ഉണ്ടായിട്ടുള്ള വലിയ ഉജ്ജ്വലമായിട്ടുള്ള മുന്നേറ്റം അത് ആവർത്തിക്കാൻ നിയമത്തെ കഴിയുമോ എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു ചോദ്യം. നഗരത്തോട് ചേർന്ന് കിടക്കുന്ന മണ്ഡലം എന്ന നിലയിൽ നഗര കേന്ദ്രീകൃതമായിട്ടുള്ള കുറേ വോട്ടുകൾ അവിടെയുണ്ട്. അതേസമയം മണ്ഡലത്തിൻ്റെ പൊതു സ്വഭാവം നോക്കുകയാണെങ്കിൽ ഗ്രാമീണ പശ്ചാത്തലവും നമുക്ക് കാണാൻ കഴിയും. ഒരു മിഡിൽ ക്ലാസിൻ്റെ കുറച്ചുകൂടി വോട്ടുകൾ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ രണ്ട് തരത്തിലുള്ള വോട്ടുകളും കൂടി സമ്മേളിക്കുന്ന സ്ഥലമാണ്. രാഷ്ട്രീയമായി പറയുകയാണെങ്കിൽ ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും ബി ജെ പിക്കും ഒരുപോലെ വളക്കൂറുള്ള മണ്ണാണ് അവിടെ. ഏതാണ്ട് നമ്മൾ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഒരു മുന്നണിയെ തിരഞ്ഞെടുത്താൽ തൊട്ട് അടുത്ത 2 തവണയെങ്കിലും കൂടി ആ മുന്നണിയെ ആവർത്തിച്ച് ജയിപ്പിക്കുന്ന ഒരു പാരമ്പര്യമുള്ള മണ്ഡലമാണ് നേമം എന്ന് പറയുന്നത്. അതിനൊരു മാറ്റം വരുന്നത് ഏതാണ്ട് 2011 കൂടിയാണ്. അവിടെ ശിവൻകുട്ടി ജയിക്കുന്നു, പിന്നെ ശിവൻകുട്ടി തോക്കുന്നു, വീണ്ടും ശിവൻകുട്ടി ജയിക്കുന്നു. ആ രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ വരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പഴയ വി ശിവൻകുട്ടിയാണോ ഇത്തവണത്തെ ശിവൻകുട്ടി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ആകാംക്ഷ ഉണർത്തുന്ന ചോദ്യം എന്നുള്ളത്. രാജീവ് ചന്ദ്രശേഖരനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ രണ്ട് വ്യക്തികളും കൂടി നേർക്കുനേർ വരുന്ന പോരാട്ടത്തിൽ എങ്ങനെയാണ് ആ മണ്ഡലം ശ്രദ്ധാകേന്ദ്രമാകുക, ആരാണ് എഡ്ജെടുക്കുക എന്നുള്ള ചോദ്യമാണ് അവിടെ പ്രസക്തം എന്ന് പറയുന്നത്. നോക്കൂ, രണ്ട് ദൃശ്യങ്ങൾ, എൻ്റെ മനസ്സിലുള്ള 2 ദൃശ്യങ്ങൾ വി ശിവൻകുട്ടിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് ആർക്കുമ്പോൾ ആദ്യം വരുന്ന ദൃശ്യം സ്വാഭാവികമായിട്ടും നിയമസഭയിലെ ബഹളമുണ്ടാക്കുന്നതായിരിക്കും. പക്ഷേ അതിന് മുമ്പ് ഒരു ചിത്രമുണ്ട് വി ശിവൻകുട്ടിയെ സംബന്ധിച്ച്. അദ്ദേഹം
തിരുവനന്തപുരത്ത് CITUവിൻ്റെ തലപ്പത്തുണ്ടായിരുന്ന ആ ഒരു കാലഘട്ടം ഏതാണ്ട് ഒരു 10-15 വർഷത്തിന് പഴക്കമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം ഒരു പൊതുപരിപാടിയിൽ ഗാന്ധി പാർക്കിലാണെന്ന് തോന്നുന്നു. അദ്ദേഹം സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ വേദിയിൽ നിന്നൊരു സ്ത്രീ അദ്ദേഹവുമായി കയർക്കുകയും ആ സ്ത്രീയോട് അദ്ദേഹം അതിരൂക്ഷമായിട്ട് പ്രതികരിക്കുകയും ചെയ്യുന്നൊരു വീഡിയോ വലിയ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് വി ശിവൻകുട്ടി എന്നിട്ടുള്ള ശിവൻകുട്ടി എന്ന് പറയുമ്പോൾ ശിവൻകുട്ടി സഖാവെന്നൊന്നും തിരുവനന്തപുരത്തുകാരെ പറയില്ല, അവർക്ക് ശിവൻകുട്ടി അണ്ണനാണ്. അണ്ണനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ അണ്ണൻ ഇപ്പോൾ എവിടെ ചെന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അണ്ണൻ പോക്കി അണ്ണനാണ്, പോക്കി മന്ത്രി എന്നുള്ള രീതിയിലേക്ക്, അതായത് പൾസ് എറിഞ്ഞിട്ട് ഇത്രയും എന്താണ് ഗുണ്ടാ സ്വഭാവം കാണിക്കുന്ന ഒരു വ്യക്തി ഇത്രയും ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറി എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. നോക്കൂ, അവിടുത്തെ സ്കൂൾ കുട്ടികളുടെ പ്രശ്നങ്ങൾ നമുക്ക് ഓരോന്നോരോന്ന് പറയാം. എങ്കിൽ പോലും അവർ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ്, അവരുടെ വീടുകൾ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് അത് ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിൽ വി ശിവൻകുട്ടിക്ക് ഒരു സ്ഥാനം അവിടെയുണ്ട്. ഇനി ഇതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് വരുന്ന രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രസ്താവനകളാണ് എനിക്ക് കൗതുകം തോന്നിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി. എന്തായിരുന്നു അറിയാമോ? ഈ കേരളത്തിൽ ശിശുമരണ നിരക്ക് കുറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടുത്തെ യൂത്ത് കംപ്ലീറ്റ് മൈഗ്രേറ്റ് ചെയ്ത് പുറത്തു പോയി അവിടെ പ്രസവിക്കുന്നു, അതുകൊണ്ടാണ് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യാത്തത്. ഇങ്ങനെ വസ്തുത ബോധ്യമില്ലാത്ത യാഥാർത്ഥ്യമായി ചേർന്ന് നിൽക്കാത്ത ഒരാൾ അവിടെ മത്സരിക്കാൻ വരുമ്പോൾ ജനങ്ങളുമായിട്ട് ഇടപഴകി ചേർന്നിരിക്കുന്ന ഒരാൾ ശിവൻകുട്ടി എന്ന് പറയുന്ന ഒരാൾ, ഈ രണ്ട് വ്യക്തികളെയും എങ്ങനെയാണ് ആ മണ്ഡലം ഉൾക്കൊള്ളുക എന്നതാണ് ഏറ്റവും പ്രസക്തം. ഇനി അതിലും പ്രസക്തമായിട്ട് നമ്മൾ പറയാനുള്ളത് വി ശിവൻകുട്ടി ജയിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ കോൺഗ്രസ് കരുത്തനായ സ്ഥാനാർത്ഥി അവതരിപ്പിക്കണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വി ശിവൻകുട്ടി എങ്ങനെ ജയിച്ചു എന്ന് വെച്ചാൽ കെ മുരളീധരൻ്റെ സാന്നിധ്യമാണ്, സംശയമില്ലാത്ത കാര്യമാണ്. അത്തരത്തിൽ ഒരാളെ അവതരിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. പക്ഷേ കോൺഗ്രസ്സുകാർ മത്സരിക്കാൻ തയ്യാറാകുന്നില്ല. അവിടെ പ്രധാനപ്പെട്ട ഒരു ആളും അവിടെ മത്സരിക്കാൻ തയ്യാറാകുന്നില്ല. ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും കൂട്ടയിടിയാണ് സ്ഥാനാർത്ഥിത്വത്തിന്. പക്ഷേ അവിടെ ഒരു ഓപ്പൺ സ്പേസ് കിടന്നിട്ട് ഒരു കോൺഗ്രസ് താരം അവിടെ മത്സരിക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ് കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ത്രികോണ പോരാട്ടം തന്നെയാണ്. അവിടേക്ക് എത്ര ഹൈ വോൾട്ടേജിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി വരുന്നു എന്നതാണ് ഒന്നുകൂടി ഈ മത്സരത്തെ കൊഴുപ്പിക്കുക. അല്ലാത്ത പക്ഷം വി ശിവൻകുട്ടിയും രാജീവ് ചന്ദ്രശേഖരൻ തന്നെയായിരിക്കും. പക്ഷേ ശിവൻകുട്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മൈലേജ് മറികടക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിയുമോ എന്നതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. ഓക്കെ, കഴിയുമോ എന്ന് നമുക്ക് നോക്കാം. സായി, ശിവൻകുട്ടിയെ കുറിച്ച് കുറച്ച് അനൂപ് പറഞ്ഞു. നമുക്ക് വിശദമായി തന്നെ ശിവൻകുട്ടിയെ കുറിച്ച് പറയേണ്ടതുണ്ട്. കാരണം ശിവൻകുട്ടി ഇപ്പം നിലവിൽ അത്രത്തോളം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മന്ത്രിയാണ്. ഈ നിയമസഭയിലെ ഒരു താണ്ഡവം നടത്തിയ ഒരാൾ ഇപ്പോൾ ഒരു പൂക്കി മന്ത്രിയായി നിൽക്കുന്നു. ഈ പൂക്കി എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ പ്രയോഗത്തിൽ ഒതുക്കേണ്ടതുമല്ല അല്ലേ? ശിവൻകുട്ടിയെക്കുറിച്ച് കുറേ പറയാനില്ലേ? തീർച്ചയായും റോഷ്നി, നമുക്ക് 2021 വലിയ വിജയം നേടി തുടർഭരണം നേടി പിണറായി വിജയൻ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന മുഴുവൻ മന്ത്രിമാരെയും മാറ്റി പുതിയൊരു ടീമിനെ കൊണ്ടുവരുന്നു. അപ്പോൾ ഓരോ മന്ത്രിമാരുടെയും വകുപ്പുകൾ കണ്ടപ്പോൾ അന്ന് മാധ്യമപ്രവർത്തകരടക്കം ചില ആളുകൾ പരിഹസിച്ചു, ചില ആളുകൾ അത്ഭുതപ്പെട്ടു. എങ്ങനെയാണ് ഈ വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പൊക്കെ ഇദ്ദേഹത്തെ ഏൽപ്പിക്കുന്നതെന്ന്. പക്ഷേ അതേ ആളുകളെ കൊണ്ട് ഈ മന്ത്രിസഭയിലെ ഏറ്റവും മികച്ച മന്ത്രി ആര് എന്ന് ചോദിച്ച വി ശിവൻകുട്ടിയോളം ഹീറോയിസം ഈ മന്ത്രിസഭയിൽ ആരും കാണിച്ചിട്ടില്ല എന്ന് ഞാൻ നിസ്സംശയം പറയും. കാരണം അതെ, മാറ്റി പറയിപ്പിച്ചു. അത് ഒരുപക്ഷെ ഈ മന്ത്രിസഭയിൽ പല കഴിവുകളുള്ള ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ സമയത്ത് ഇതിപ്പോൾ സർക്കാർ തീരാൻ പോവുകയാണ്, ഇലക്ഷൻ വരാൻ പോവുകയാണ്. ഈ സമയത്ത് നമ്മളൊരു പ്രോഗ്രസ് കാർഡ് ഇറക്കുകയാണെങ്കിൽ അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പേര് അത് വി ശിവൻകുട്ടി തന്നെയായിരിക്കും. അത് അദ്ദേഹം കാണിച്ചിട്ടുള്ള ഒരു നേതൃമികവ് നമുക്ക് അങ്ങനെ തന്നെ പറയണം. ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ വി ശിവൻകുട്ടി കഴിഞ്ഞ 5 വർഷക്കാലം അദ്ദേഹത്തിന് ഏൽപ്പിച്ചു കൊടുത്ത ദൗത്യം, അത് വിദ്യാഭ്യാസ വകുപ്പ് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് വി ശിവൻകുട്ടിയെ ഏൽപ്പിച്ച് അതിൽ അദ്ദേഹം പുലർത്തിയിട്ടുള്ള 5 വർഷം കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമേജ് എന്നുള്ളത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരിതാണ്. കാരണം ഇതിനു മുൻപ് ഒരുപാട് വിദ്യാഭ്യാസ മന്ത്രിമാരെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. പാഠപുസ്തകം എന്തുകൊണ്ട് എത്തിയില്ല എന്ന് ചോദിക്കുമ്പോൾ ഓണം നേരത്തെ എന്ന് പറഞ്ഞു വിദ്യാഭ്യാസ മന്ത്രി പോലും ഉണ്ടായിരുന്ന ഒരു നാട്ടിലാണ് സ്കൂൾ വെക്കേഷൻ സമയത്ത് തന്നെ അടുത്ത വർഷത്തേക്കുള്ള പുസ്തകം കയ്യിലെത്തിച്ചു കൊടുത്തൊരു വിദ്യാഭ്യാസ മന്ത്രി. കുട്ടികളെക്കുറിച്ച് അല്ലെങ്കിൽ കുട്ടികളുടെ മനസ്സിൽ എന്താണ് എന്ന് അവരെക്കാൾ നന്നായി ചിന്തിക്കുന്ന ഒരു മന്ത്രി. നോക്കൂ, കുട്ടികളുടെ ബാഗിൻ്റെ ഭാരം കുറയ്ക്കണം എന്ന് പറഞ്ഞൊരു വിദ്യാഭ്യാസ മന്ത്രി. വിനോദയാത്രയ്ക്ക് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ കൂട്ടുകാരിൽ പലരും അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരുപക്ഷെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ട് വിനോദയാത്രയ്ക്ക് പോകാതെ സങ്കടപ്പെട്ടിരുന്ന കാലം. അങ്ങനെയുള്ള സങ്കടം ഒരു കുട്ടിക്കും ഉണ്ടാകരുത് എന്ന് കൃത്യമായ നിലപാട് പറഞ്ഞ ഒരു മന്ത്രി അത് വി ശിവൻകുട്ടിയാണ്. ക്ലാസ്സിൽ ഫ്രണ്ട് ബെഞ്ച് എന്നോ ബാക്ക് ബെഞ്ച് എന്നോ ഇല്ല, വിവേചനം വേണ്ട എന്ന നിലപാടെടുത്ത വിദ്യാഭ്യാസ മന്ത്രി. അങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസ മന്ത്രി, അങ്ങനെയുള്ള ഒട്ടേറെ പരിഷ്കാരങ്ങൾ, അതായത് ഞാൻ പറയുന്നത് വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ, അത് ലോകോത്തര നിലവാരത്തിൽ, അതെ, ജനറൽ ന്യൂട്രൽ യൂണിഫോം, ലോകോത്തര നിലവാരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതോടൊപ്പം
ഏറ്റവും അടിത്തട്ടിൽ ഒരു കുട്ടിയുടെ മനസ്സിൽ എന്താണ് എന്ന് മനസ്സിലാക്കി ഇടപെട്ട ഒരു മന്ത്രി. അതുകൊണ്ടാണ് മന്ത്രി അപ്പൂപ്പൻ എന്ന് കുട്ടികളൊക്കെ ഈ അവസാന കാലത്ത് അല്ലെങ്കിൽ ഈ അദ്ദേഹത്തിൻ്റെ മന്ത്രി കാലത്ത് അദ്ദേഹത്തെ വിളിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണവും അതുതന്നെയാണ്. നേരത്തെ അനൂപ് സൂചിപ്പിച്ചതുപോലെ ആരായിരുന്നു വി ശിവൻകുട്ടി ഒരു കാലത്ത്? അന്ന് ശിവൻകുട്ടി എന്ന് പറയുന്നത് വിദ്യാഭ്യാസ SFI തൊട്ട് SFIയുടെ ഒക്കെ ഏറ്റവും തീഷ്ണമായ സമരമുഖത്ത് നല്ല രീതിയിൽ അടികൊണ്ടും കൊടുത്തും വളർന്ന ഒരു നേതാവാണ് തിരുവനന്തപുരത്ത് വി ശിവൻകുട്ടി എന്നത്. അങ്ങനെയാണ് വി ശിവൻകുട്ടി അണ്ണൻ എന്നുള്ള ഒരു പേരിൽ തിരുവനന്തപുരത്ത് ആകെ നിറഞ്ഞു നിന്ന ഒരിത്. തിരുവനന്തപുരത്ത് എന്ത് കാര്യമുണ്ടെങ്കിലും ശിവൻകുട്ടി അണ്ണനെ പോയി കണ്ടാൽ തൊട്ടുടനെ അവരുടെ മുന്നിൽ നേതാവായി മുണ്ടും മടക്കി കുത്തി ശിവൻകുട്ടി അണ്ണൻ വരും. അതാണ് തിരുവനന്തപുരത്തുകാർക്ക് വി ശിവൻകുട്ടി എന്ന നേതാവിനെ കുറിച്ചുള്ള ചിത്രം. അത് പിന്നീട് അദ്ദേഹം SFI ആയി, DYFI ആയി, പിന്നീട് തിരുവനന്തപുരത്തിൻ്റെ മേയറാകുന്നു. അങ്ങനെ തിരുവനന്തപുരത്തുകാർക്കിടയിൽ അടിമുടി പാർട്ടിക്കാരനായി സമരങ്ങളിലൂടെ വളർന്നു വന്ന ഒരു നേതാവാണ് വി ശിവൻകുട്ടി എന്നുള്ളത്. വി ശിവൻകുട്ടി പ്രതിദാനം ചെയ്യുന്ന നിയമമണ്ഡലം എന്നുള്ളത് BJPയുമായി നേർക്കുനേർ പോരാടുന്ന, അദ്ദേഹം തെരഞ്ഞെടുപ്പ് മത്സരത്തിലേക്കൊക്കെ വരുമ്പോൾ BJPയുമായി നേർക്കുനേർ പോരാടിക്കേണ്ടി വന്നിട്ടുള്ള ഒരു മണ്ഡലമാണ്. ഇപ്പോൾ മറ്റൊരു കാര്യം നോക്കൂ, ഈ സർക്കാരിനെ കുറിച്ച് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെക്കുറിച്ച് പോലും കോൺഗ്രസ് ഒക്കെ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്താണ്? പല കാര്യങ്ങളിലും സംഘപരിവാറുമായിട്ടൊക്കെ സന്ധി ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ വി ശിവൻകുട്ടിയെക്കുറിച്ച് അങ്ങനത്തെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല. കാരണം സംഘപരിവാറിനൊക്കെ ഏറ്റവും നഖശികാന്തം എതിർക്കുന്ന ഇപ്പോഴത്തെ CPM നേതാക്കളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാൾ അത് വി ശിവൻകുട്ടിയാണ്. നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ, വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ ഒരു പരിപാടിയിൽ വന്ന് ഗണഗീതം പാടാൻ ശ്രമിച്ച ഗവർണറെ അവിടെ എതിർത്ത ആളാണ് വി ശിവൻകുട്ടി. എന്നിട്ട് ശിവൻകുട്ടി പറയുകയും ചെയ്തു, ഗവർണറായി വന്നാൽ ബഹുമാനിക്കും, RSSകാരനായി നിന്നാൽ ആ രീതിയിൽ തന്നെ താൻ നിലപാടെടുക്കുന്നു. അങ്ങനെ സംഘപരിവാറിൻ്റെ ഓരോ കാലത്തും ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹം ഇടുന്ന ഓരോ പോസ്റ്റ് അല്ലെ ഓരോ വിഷയത്തിലും ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് വി ശിവൻകുട്ടി അതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നറിയാനാണ്. നമ്മുടെയൊക്കെ സ്റ്റാറ്റസുകളിൽ, നമ്മുടെയൊക്കെ ഇതല്ല ഭൂരിഭാഗം ആളുകളുടെയും സ്റ്റാറ്റസുകളിൽ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ വന്നിട്ടുണ്ടാവുക വി ശിവൻകുട്ടി എങ്ങനെ ഒരു വിഷയത്തോട് പ്രതികരിക്കുന്നു. അത് ചിലപ്പോൾ ഒരു വാക്കേ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ചിത്രമേ ഉണ്ടാവും. അത് കൃത്യമായ രാഷ്ട്രീയവും നിലപാടും പറയുന്ന ഒരു മന്ത്രിയും നേതാവുമായി. അപ്പോൾ നേതാവ് എന്ന രീതിയിൽ അദ്ദേഹം കൃത്യമായ നിലപാടെടുക്കുന്നു. ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന രീതിയിൽ ഒരു നേതൃപാഠവും അദ്ദേഹം മന്ത്രി എന്നുള്ള രീതിയിൽ കാണിച്ചു. അത് ഒരുപാട് ഉദാഹരണമുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ കലാകായിക മേളകൾ നടത്തുന്നു. അവിടെ തന്നെ ഏറ്റവും തൃശ്ശൂരിലെ അനുഭവം നമുക്ക് ഓർമ്മയുണ്ടല്ലോ, മത്സരിക്കാൻ അസുഖം കാരണം വരാൻ കഴിയാതിരുന്ന ഒരു കുട്ടിക്ക് വീട്ടിൽ വേദിയൊരുക്കിയ ഒരു മന്ത്രിയാണ് വി ശിവൻകുട്ടി. അങ്ങനെ ഒരുപാട് കയ്യടികൾ നേടിയിട്ടുണ്ട്. ആ കലോത്സവത്തിലാണ് നേരത്തെ റോഷ്നി വിളിച്ചതുപോലെ പൂക്കി മന്ത്രി എന്ന് കുട്ടികൾക്കൊപ്പം സെൽഫി എടുക്കുന്ന, പോളിഗ്ലാസ് വെച്ച് സെൽഫി എടുക്കുന്ന അവരിൽ ഒരാളായി മാറാൻ വി ശിവൻകുട്ടിക്ക് കഴിഞ്ഞു. ആ വി ശിവൻകുട്ടിയാണ് നേമത്ത് അക്കൗണ്ട് BJPയുടെ അവർ തുറന്ന അക്കൗണ്ട് പൂട്ടിച്ചത്. അന്ന് അവിടെ O രാജഗോപാലാണ് BJPയുടെ അക്കൗണ്ട് തുറന്നത്. O രാജഗോപാൽ ഒരുപക്ഷെ അവിടെ BJPയുടെ ശക്തി നമ്മൾ കുറച്ച് കാണുന്നില്ല, BJPക്ക് നല്ല വേരോട്ടമുള്ളൊരു മണ്ഡലം തന്നെയാണ്. പക്ഷേ O രാജഗോപാലിനോട് അതല്ലാത്തൊരു സഹതാപം കൂടി നിയമത്തുകാർക്കുണ്ടായിരുന്നു. കാരണം ഒരു മനുഷ്യൻ കഴിഞ്ഞ കുറേ നാളുകളായി അവിടെ മത്സരിക്കുന്നു, തോക്കുന്നു. ഒരു തവണയെങ്കിലും അദ്ദേഹത്തെ ജയിപ്പിച്ചേക്കാം എന്ന് കരുതി അവിടെ ജയിപ്പിച്ചു എന്ന് O രാജഗോപാലിനെ കുറിച്ച് പറയാറുണ്ട്. പക്ഷെ അദ്ദേഹം ജയിച്ചു കഴിഞ്ഞിട്ടാകുമ്പോൾ BJPക്ക് ഒരു അംഗത്തെ കിട്ടിയെങ്കിൽ പോലും അവിടെ യഥാർത്ഥത്തിൽ MLA ആയിരുന്നത് അല്ലെങ്കിൽ MLAയുടെ പണിയെടുത്തിരുന്നത് വി ശിവൻകുട്ടിയാണ്. കാരണം ആളുകൾ എല്ലാ കാര്യത്തിനും വി ശിവൻകുട്ടിയാണ് കാണാൻ പോയത്. അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് വി ശിവൻകുട്ടിയാണ്. അങ്ങനെയാണ് വി ശിവൻകുട്ടി പിന്നീട് ആ അക്കൗണ്ട് പൂട്ടിക്കും. പിണറായി വിജയന് ഈ അക്കൗണ്ട് ഇത്തവണ ഞങ്ങൾ പൂട്ടിക്കും എന്ന് ആത്മവിശ്വാസത്തോടെ പറയാൻ കരുത്ത് നൽകിയത് വി ശിവൻകുട്ടിയിലുള്ള വിശ്വാസമാണ്. അതുകൊണ്ടാണ് ഇത്തവണ നേമത്ത് ഞാൻ മത്സരിക്കാനില്ല എന്ന് വി ശിവൻകുട്ടി പറഞ്ഞ തൊട്ടടുത്ത നിമിഷം അദ്ദേഹത്തെ കൊണ്ട് പാർട്ടി അത് തിരുത്തിക്കുന്നത്. വി ശിവൻകുട്ടിയല്ലാതെ ഇടതുപക്ഷത്തിന് അവിടെ ഇപ്പോൾ നിർത്താൻ മറ്റാരും ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ്. അദ്ദേഹത്തിന് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ശിവൻകുട്ടി നിന്നാലേ നമുക്ക് നേമത്ത് ജയിക്കാൻ കഴിയുമെന്ന് ഇടതുപക്ഷത്തിന് ബോധ്യമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ തന്നെ വീണ്ടും അവിടെ മത്സരിപ്പിക്കാൻ ഇടതുപക്ഷം ഒരുങ്ങുന്നത്. അത് ശിവൻകുട്ടി അണ്ണനിൽ നിന്ന് മന്ത്രി അപ്പൂപ്പനായി അല്ലെങ്കിൽ കുട്ടികളുടെ പ്രിയപ്പെട്ട ഒരു നേതാവായി അദ്ദേഹത്തിന് മാറാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും CPM ഈ തെരഞ്ഞെടുപ്പിൽ നേമത്ത് വി ശിവൻകുട്ടികളിലൂടെ അവതരിപ്പിക്കാനും പറയാനും പോകുന്നത്. മറ്റൊന്ന് ജിഷ്ണു, ഈ BJPക്ക് ആദ്യമായി ഒരു അക്കൗണ്ട് തുറന്നുകൊടുത്ത മണ്ഡലമാണ് നേമം. അതെങ്ങനെയാണ് BJP എന്ന പാർട്ടിക്ക് ഇത്രയും അടിവേരുകൾ ആ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഒരു വലിയ ചർച്ചയാണല്ലേ? എങ്ങനെയായിരിക്കും? നോക്കൂ, BJPയെ സംബന്ധിച്ചിടത്തോളം 100% ആത്മവിശ്വാസമുള്ള മണ്ഡലമാണ് നേമം. ആ ആത്മവിശ്വാസത്തിൽ അവരൊരു പക്ഷേ ഒരു പോയിന്റിനപ്പുറത്തേക്ക് അവർ വിജയിച്ചു എന്ന് തന്നെ സ്വയം വിശ്വസിക്കുന്ന മണ്ഡലമാണ് നേമം. അതിന് ഉദാഹരണമാണ് 2025 ഡിസംബർ മാസം തന്നെ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഒരു വാർത്താ സമ്മേളനത്തിൽ സ്വയം
സ്വന്തം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ നിയമം എന്നുള്ള ചർച്ച ആരംഭിക്കുന്നത്. അതായത് ഞാനവിടെ മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ. സാധാരണഗതിയിൽ നമുക്കറിയാം BJPയുടെ ഒരു സംഘടനാ സംവിധാനം അനുസരിച്ച് കേന്ദ്ര നേതൃത്വമാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത്, പ്രഖ്യാപിക്കുന്നത്. പക്ഷേ ഒരു ചരിത്രത്തിലാദ്യമായ ഒരു BJP പ്രസിഡന്റ് സ്വന്തം സ്ഥാനാർത്ഥിത്വം ഒരു വാർത്താ സമ്മേളനത്തിലൂടെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് നേമത്താണ്. ആ രീതിയിൽ അത്രയും കോൺഫിഡൻ്റ് ആയ ഒരു മണ്ഡലമാണ് നേമം എന്നുള്ള കാര്യം BJPയുടെ കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് 2011 മണ്ഡല പുനർനിർണയത്തിന് ശേഷം അതിശക്തമായ ഒരു കോട്ടയായി നേമത്തെ മാറ്റാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. കോർപ്പറേഷൻ വാർഡുകൾ മാത്രമുള്ള 20-ലധികം കോർപ്പറേഷൻ വാർഡുകൾ മാത്രമുള്ള ഒരു മണ്ഡലമാണ് നേമം. നേമത്ത് നേരത്തെ ഇപ്പോൾ കാട്ടാക്കടയുടെ ഭാഗമായി നിൽക്കുന്ന മറ്റ് പല ഭാഗങ്ങളും നേരത്തെ നേമത്തിൻ്റെ ഭാഗമായിരുന്ന സമയത്ത് അങ്ങനെ ആയിരുന്നില്ല. എന്നാൽ 2011 ശേഷം അവസ്ഥ വ്യത്യസ്തമാണ്. ഇപ്പോൾ BJPയുടെ ശക്തമായ കോട്ടയാണ് എന്ന് മാത്രമല്ല, ഇപ്പോൾ ശിവൻകുട്ടിയെ കുറിച്ച് നേരത്തെ സായി സൂചിപ്പിച്ചു. ശിവൻകുട്ടി ഒരു മിനിസ്റ്റർ എന്നുള്ള രീതിയിൽ, ഒരു ക്യാബിനറ്റ് അംഗം എന്നുള്ള രീതിയിൽ പെർഫോമൻസ് ഈ പറഞ്ഞതുപോലെ വലിയ പ്രശംസ അർഹിക്കുന്ന, വലിയ രീതിയിൽ റെക്കഗ്നൈസ് ചെയ്യപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ശിവൻകുട്ടിയുടെ പെർഫോമൻസ് മണ്ഡലത്തിൽ എങ്ങനെയാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. ശിവൻകുട്ടിക്ക് അത്രയൊന്നും പെർഫോം ചെയ്യാൻ പറ്റിയ മണ്ഡലം ആയിരുന്നില്ല നേമം എന്ന് നമ്മൾ മനസ്സിലാക്കണം. O രാജഗോപാൽ 2014 വിജയിക്കുന്ന സമയത്ത് ശിവൻകുട്ടി നേടിയ 59,000-ഓളം വോട്ടുകളാണ്. ഈ 59,000 വോട്ട് അദ്ദേഹത്തിന് 2021 ഈ പറഞ്ഞ BJPയുടെ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിച്ചു കേട്ടോ എന്ന് പറഞ്ഞ സമയത്ത് ശിവൻകുട്ടിക്ക് നേടാൻ സാധിച്ചിട്ടില്ല. 4,000 വോട്ട് കുറവാണ് 2021 ശിവൻകുട്ടി നേടിയത്. എന്ന് വെച്ചാൽ 59,000 നിന്ന് 55,000 കുറഞ്ഞു. അവിടെ 13,000 വോട്ട് മാത്രം ഉണ്ടായിരുന്നുള്ള കോൺഗ്രസ് ഇരട്ടിയിലധികം വോട്ട് വാങ്ങി. കെ മുരളീധരൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയിലൂടെ 34,000-ലധികം വോട്ട് വാങ്ങിയ കൊണ്ട് മാത്രമാണ് അവിടെ ശിവൻകുട്ടിക്ക് വിജയിക്കാൻ സാധിച്ചത്. അതിനപ്പുറത്തേക്ക് ശിവൻകുട്ടി പൂട്ടിയ അക്കൗണ്ടല്ല നിയമം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കത്തിനും ഇവിടെ സാധ്യതയില്ല എന്നുള്ളതാണ്. ഇപ്രാവശ്യവും അത് തന്നെയാണ് സാഹചര്യം. നോക്കൂ, BJPയുടെ ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 8,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷം നേമത്ത് BJPക്കുണ്ട്. അതുമാത്രമല്ല, ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി മത്സരിച്ച 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അവർക്ക് 22,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം നേമത്തുണ്ട്. എന്ന് മാത്രമല്ല, നേമത്തിൻ്റെ ഒരു ഡെമോഗ്രഫി എടുത്ത് പരിശോധിച്ചാൽ, നേമത്തെ ഒരു സാമുദായിക സമവാക്യം എടുത്ത് പരിശോധിച്ചാൽ 60%-ലധികം ഹിന്ദു വോട്ടുകളുള്ള മണ്ഡലമാണ് നേമം. അതിൽ തന്നെ ഭൂരിപക്ഷവും നായർ വോട്ടർമാരാണ്. അവിടെ രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരു നായർ സ്ഥാനാർത്ഥിയെ, അതും തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം. തിരുവനന്തപുരത്ത് സവർണ മിഡിൽ ക്ലാസ് വോട്ടുകളുടെ ഒരു പ്രത്യേക ഒരു കൺസോൾട്ടേഷൻ ഉണ്ട്. അതിലാണ് ശശി തരൂർ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരുന്നത്. ആ ഒരു പ്രത്യേക ക്യാരക്ടറിനെ എൻഗേജ് ചെയ്യാനാണ് രാജീവ് ചന്ദ്രശേഖർ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലല്ല, ഈ പറഞ്ഞ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ശ്രമിച്ചിട്ടുള്ളത്. വളരെ വിദ്യാസമ്പന്നനായ, ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്ന, ഒരുപക്ഷെ മലയാളം സംസാരിക്കാൻ അറിഞ്ഞുകൂടാത്ത നായരായ ഒരു സ്ഥാനാർത്ഥി വിജയിപ്പിക്കാൻ താല്പര്യപ്പെടുന്നവരാണ് അവിടെയുള്ള ആളുകൾ എന്നുള്ളത് ശശി തരൂരിൻ്റെ തുടർച്ചയായുള്ള വിജയത്തിൽ നിന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതിലൊരു പടി മുന്നിൽ ശശി തരൂരിൻ്റെ ഇംഗ്ലീഷാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവിടെ കോൺഗ്രസിന് ശശി തരൂരിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പറ്റുമെന്നുള്ളതാണ് ചോദ്യം. എങ്കിൽ മാത്രമേ ഈ പറഞ്ഞ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഈ ഒരു ഇമേജിനെ, ഈ ഒരു വരവിനെ തടയാൻ സാധിക്കുകയുള്ളൂ. അത്രയും കോൺഫിഡൻസിൽ അവർ മുന്നോട്ട് വരുന്നു എന്നുള്ളിടത്താണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം തെളിയാൻ പോകുന്നത്. അവിടെ നോക്കൂ, നിങ്ങൾ കെ മുരളീധരനെ പോലെ അല്ലെങ്കിൽ ശശി തരൂരിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ സാധിക്കും എന്നുള്ളത്. അവിടെ നേമം ഷജീറിനെ മത്സരിപ്പിക്കാൻ പോകുന്നു എന്നുള്ള ചർച്ചകളാണ് കോൺഗ്രസ് നടത്തുന്നത്. അതൊരു വലിയ ബ്ലണ്ടറായിരിക്കും. അവിടെ അത് എൻഗേജ് ചെയ്യാൻ പോകുന്നത് രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും. BJPക്ക് അത്രയധികം കോൺഫിഡൻസ് ഉള്ള, അത്രയധികം വേരോട്ടമുള്ള, വിജയിക്കുമെന്ന് 100% ഉറപ്പുള്ള, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം അതിൻ്റെ എല്ലാ തരത്തിലുള്ള സൂചനകളും വളരെ കൃത്യമായി പ്രകടമായിട്ടുള്ള, അത്രയും ആത്മവിശ്വാസത്തിൽ നിലനിൽക്കുന്ന ഒരു മണ്ഡലമാണ് നേമം എന്നുള്ളത് കൊണ്ട് തന്നെ BJPയുടെ ആ കോൺഫിഡൻസിനെ തകർക്കണമെങ്കിൽ അത്രയും വലിയൊരു കോൺഗ്രസ് നേതാവ് അവിടെ രക്തസാക്ഷിത്വം വരിക്കാൻ മുന്നോട്ട് വരണമെന്നുള്ള കാര്യം മാത്രമേ ഇവിടെ പറയാൻ പറ്റുള്ളൂ. കാരണം അങ്ങനെ ഒരാൾ രക്തസാക്ഷിത്വം വരിക്കാൻ മുന്നോട്ട് വന്നാൽ മാത്രമേ BJPയുടെ തേരോട്ടത്തെ തടയാൻ സാധിക്കൂ. അതിന് ഏറ്റവും മികച്ച ഓപ്ഷൻ ശശി തരൂരാണ്. ശശി തരൂരിനെ മത്സരിപ്പിക്കാൻ കോൺഗ്രസിന് സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ശശി തരൂർ പരാജയപ്പെടേണ്ടി വന്നേക്കാം. പക്ഷേ എങ്കിൽ മാത്രമേ രാജീവ് ചന്ദ്രശേഖരനെ തടഞ്ഞു നിർത്താൻ സാധിക്കുകയുള്ളൂ. ശിവൻകുട്ടി മാത്രമായ ഒരു വിജയം ഉണ്ടാക്കുന്നില്ല. അത് കോൺഗ്രസിന് കൂടി അവകാശപ്പെട്ട വിജയമാണത്. ശിവൻകുട്ടി മന്ത്രി അപ്പൂപ്പനായിരിക്കാം, പൂക്കിയായിരിക്കാം, എല്ലാമായിരിക്കാം. പക്ഷേ നേമത്തുള്ള ഈ പറഞ്ഞ സവർണ ഹിന്ദു മിഡിൽ ക്ലാസ് കൺസോൾട്ടേഷനെ തകർക്കാൻ സാധിക്കുന്ന ഒരു ക്രൗഡ് പുള്ളിങ്, അതിനെ ഒരു കൺസോൾട്ടേഷൻ സാധിക്കുമെന്നുള്ള
ചോദ്യമുണ്ട്. അതിൻ്റെ കൂടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. 2 തവണ ഒരു ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ് ഈ നടക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഒരു ആൻറ്റി ഇൻകംബൻസി വർക്ക് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ആ ആൻറ്റി ഇൻകംബൻസി വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ വി ശിവൻകുട്ടിക്ക് 55,000 വോട്ട് തന്നെ ബാഗ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യമുണ്ട്. എങ്കിൽ മാത്രമേ 4000-ന്റെ ഭൂരിപക്ഷത്തിൽ ഇവിടെ 2021 വിജയിച്ചത്. അങ്ങനെ നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇതൊരു BJP വിരുദ്ധ സഖ്യത്തിന് മാത്രം വിജയിപ്പിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ തടഞ്ഞു നിർത്താൻ സാധിക്കുന്ന BJPയുടെ തേരോട്ടമാണ് നേമത്ത് നടക്കുന്നത്. അത് സംഭവിച്ചില്ലെങ്കിൽ, അത്ര ശക്തമായ ഒരു സ്ഥാനാർത്ഥിയുമായി കോൺഗ്രസിന് രംഗത്ത് വരാൻ സാധിച്ചില്ലെങ്കിൽ 100% ഉറപ്പ് പറയാൻ സാധിക്കും BJPക്ക് അവിടെ ഇത്തവണയും അക്കൗണ്ട് തുറക്കാൻ സാധിക്കും. അതാണ് നേമത്തിന്റെ ചിത്രം. ദിവ്യമാനന്തവാടി, അപ്പൊ ജിഷ്ണു പറഞ്ഞു നിർത്തിയത് 2021 BJPക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു അക്കൗണ്ട് പൂട്ടിച്ചത് അങ്ങനെ വി ശിവൻകുട്ടി ഒറ്റയ്ക്കല്ല, അതിൽ കോൺഗ്രസിന് കൂടി ഒരു ക്രെഡിറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഇതിന്റെ ചരിത്രം കണക്കുകൾ പിന്നിലോട്ടൊന്നും ഓടിച്ചു നോക്കിയാൽ രാജഗോപാൽ ആദ്യമായി BJPക്ക് വേണ്ടി ഒരു അക്കൗണ്ട് തുറക്കുമ്പോൾ അത് കോൺഗ്രസിന്റെ കൂടി വോട്ടുകൾ സമാഹരിച്ചുകൊണ്ടാണെന്നുള്ളത് LDFന്റെ വലിയ ആരോപണം തന്നെയായിരുന്നു. കണക്കുകൾ നോക്കിയാൽ അത് ബോധ്യപ്പെടും. കാരണം അതിനുശേഷം K മുരളീധരൻ UDFന് വേണ്ടി നേടിയിട്ടുള്ള വോട്ടുകൾ നമുക്കറിയാം. മാത്രമല്ല 2016 അതായത് രാജഗോപാൽ ജയിക്കുമ്പോൾ സുരേന്ദ്രൻപിള്ള നേടിയിട്ടുള്ള UDFന്റെ വോട്ടുകൾ നമുക്കറിയാം. അപ്പോൾ കോൺഗ്രസ് അവിടെ ആ മണ്ഡലത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? അതിൽ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അതെങ്ങനെ പ്രതിഫലിക്കും? അല്ല, ജിഷ്ണു പറഞ്ഞ ആ ഒരു പോയിന്റോട് ഞാൻ അർത്ഥത്തിൽ യോജിക്കുകയാണ്. കാരണം അവിടെ CPM ഒറ്റയ്ക്കാണ് അക്കൗണ്ട് പൂട്ടിയെന്നുള്ള അഭിപ്രായം വ്യക്തിപരമായിട്ട് എനിക്കുമില്ല. പക്ഷേ അവിടെ അക്കൗണ്ട് BJP തുറന്നത് എങ്ങനെയാണെന്നുള്ളൊരു ചോദ്യോടെ അപ്പോൾ പ്രസക്തമാവുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേമം മണ്ഡലത്തിൻ്റെ ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞതുപോലെ നേമത്തിൻ്റെ ഒരു മണ്ഡല പുനർനിർണയത്തിന് ശേഷം വന്നൊരു നിയമം, ആ നിയമത്തെ പഠിക്കാൻ കോൺഗ്രസ് ഒട്ടും തയ്യാറായില്ല എന്നുള്ളതിൻ്റെ സൂചനയാണ് ആ 2011 തെരഞ്ഞെടുപ്പിൽ. അതായത് 2006 ശക്തനെ പോലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് 60,000 വോട്ടോളം സമാഹരിച്ച് നേമത്ത് വിജയിച്ചതാണ് 2006 ഇലക്ഷനിൽ. ആ ഇലക്ഷനിൽ BJPക്ക് കിട്ടിയത് ഒരു 6,000 വോട്ടാണ്. അതിനുശേഷമാണ് മണ്ഡല പുനർനിർണയം നടക്കുന്നതും ഈ മണ്ഡലത്തിൻ്റെ സ്വഭാവം മാറിയെന്ന് തിരിച്ചറിയാൻ ശേഷിയില്ലാത്തത് കൊണ്ടോ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടോ എന്തായി കഴിഞ്ഞാലും ശരി, LDF വിട്ടെത്തിയ വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടിയുടെ ആൾക്ക് അവിടെ സീറ്റ് കൊടുക്കുന്നു. ചാലുവാർ രവി അവിടെ മത്സരിക്കുന്നു. ചാലുവാർ രവി മത്സരിക്കുമ്പം ഈ വോട്ട് 60,000 വോട്ടെന്നുള്ളത് ഒറ്റയടിക്ക് 20,000 വോട്ടായിട്ട് ചുരുങ്ങുകയാണ്. അവിടെയാണ് ആദ്യമായിട്ട് നമ്മൾ ഈ പറഞ്ഞ രാജഗോപാൽ 43,000 വോട്ടങ്ങാണ്ട് നേടിയിട്ട് 2ാം സ്ഥാനത്തേക്ക് വരുന്നത്. അപ്പോൾ ഓക്കെ, 6,000 വോട്ട് നേടിയ ഒരു പാർട്ടി 43,000 വോട്ട് നേടിയെന്ന് ഞങ്ങൾ ചിന്തിക്കില്ലായിരുന്നു ന്യായം പറയാം. പക്ഷേ അടുത്ത ഇലക്ഷനിൽ, അതായത് രാജഗോപാൽ ജയിച്ച 2016 തെരഞ്ഞെടുപ്പിൽ അവിടെ ഒരു രാഷ്ട്രീയ ജാഗ്രത കോൺഗ്രസ് കൃത്യമായി കാണിക്കേണ്ടിയിരുന്നു. മണ്ഡലത്തിൻ്റെ സ്വഭാവം മനസ്സിലായവർക്ക് BJP വോട്ട് സമാഹരിച്ചെന്ന് മനസ്സിലായി. ആ ഘട്ടത്തിൽ പോലും ഒരു രാഷ്ട്രീയ ജാഗ്രത കാണിക്കാതെ കോൺഗ്രസ് പിന്നെയും സുരേന്ദ്രപിള്ളയെ പോലെ ഒരാളെ അവിടെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നു. അത് കോൺഗ്രസിന് പറ്റിയ വലിയ പാളിച്ചയാണ്. കോൺഗ്രസ് ആ ഒരു പാളിച്ചയാണ് ആ തെരഞ്ഞെടുപ്പിൽ രാജഗോപാൽ മുതലെടുത്തത്. അതിനുശേഷം സ്വാഭാവികമായിട്ട് 2020 തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരളത്തെ സംബന്ധിച്ച് കേരളം ഏറ്റവും ഗൗരവത്തോടെ ഉറ്റുനോക്കിയ മണ്ഡലമാണ് നിയമം. കാരണം എന്താണ്, BJPയുടെ കയ്യിലിരിക്കുന്ന ഒരു മണ്ഡലം. ഇനി അത് BJP അവിടെ വീണ്ടും ജയിക്കുമോ, BJP ജയിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? ഇത്തരത്തിൽ വളരെ സജീവമായ ചർച്ച ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കേരളത്തിലുണ്ടായിരുന്നു. നമുക്കറിയാം, ഉമ്മൻചാണ്ടി പോലും നേമത്ത് മത്സരിക്കുന്ന രീതിക്ക് ചർച്ചകൾ ആ ഘട്ടത്തിലുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയാണ് നേമത്ത് സ്ഥാനാർത്ഥി. ഉമ്മൻചാണ്ടി 2 മണ്ഡലത്തിൽ മത്സരിക്കും, പുതുപ്പള്ളിയിലും നേമത്ത് മത്സരിക്കും തുടങ്ങിയ വളരെ ഗൗരവമായ ചർച്ച. അതായത് ഈ ഇലക്ഷന് മുമ്പ് തന്നെ കോൺഗ്രസ് ആ അർത്ഥത്തിൽ ഒരു ശക്തനായ സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തിയില്ലെങ്കിൽ അതിൻ്റെ ഒരു പാപഭാരം ഞങ്ങളെ പിന്തുടരും എന്നുള്ളൊരു തിരിച്ചറിവ് കോൺഗ്രസിന് 2021 വന്നിട്ടുണ്ട്. അത് ആ അർത്ഥത്തിൽ ഇഷ്ടം പറഞ്ഞാൽ ആ അർത്ഥത്തിൽ അംഗീകരിക്കുന്നു. അങ്ങനെയാണ് വളരെ സമുന്നതനായ നേതാവ് എന്നുള്ള രീതിക്ക് K മുരളീധരൻ അവിടെ മത്സരിക്കാൻ വരുന്നതും അവിടുത്തെ ഒരു മത്സര ചിത്രത്തിനകത്തേക്ക് ഒരു ത്രികോണ മത്സരത്തിൻ്റെ വീറും വാശിയും നിറയുകയും ചെയ്യണത്. പക്ഷേ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അവിടെ K മുരളീധരൻ 36,000 സംതിങ് വോട്ടാണ് നേടിയത്. അതായത് 13,000 വോട്ട് സുരേന്ദ്രപിള്ള നേടിയെടുത്തുനിന്ന് ആണ് 36,000 വർദ്ധിപ്പിക്കുന്നത്. പക്ഷേ അപ്പം നേരത്തെ പറഞ്ഞതുപോലെ കണക്കിലൊരു പ്രശ്നമുണ്ട്. 67,000 വോട്ട് ആർക്കുണ്ടായിരുന്നു? BJPക്ക് ഉണ്ടായിരുന്നു. മണ്ഡല പുനർനിർണയത്തിന് മുമ്പ് ഇല്ല. 2016 തെരഞ്ഞെടുപ്പിൽ 67,000 വോട്ട് ആര് നേടിയിട്ടുണ്ട്? രാജഗോപാൽ നേടിയിട്ടുണ്ട്. അത് 2021 എന്തായി? 51 ചുരുങ്ങി. അതായത് BJPയുടെ അത്ര വോട്ട് കുറഞ്ഞു. അപ്പം ഈ വോട്ട് ആക്ച്വലി ആരുടെ വോട്ടാണെന്ന് നമ്മൾ അവിടെ നിന്ന് തിരിച്ചറിഞ്ഞാൽ മതി. അപ്പോൾ അത് കോൺഗ്രസ് കഴിഞ്ഞ ഇലക്ഷൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അതേ അർത്ഥത്തിൽ കോൺഗ്രസ് ഈ ഇലക്ഷനെ സമീപിക്കുന്നില്ല എന്നുള്ളൊരു വിമർശനമുണ്ട്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ഇലക്ഷൻ്റെ ഈ 2021 ഇലക്ഷൻ്റെ അരങ്ങുണരണ സമയത്ത് തന്നെ നേമത്ത് ശക്തനായ സ്ഥാനാർത്ഥി ഉമ്മൻചാണ്ടിയെ പോലെ ഒരാളുടെ പേരാണ് പറഞ്ഞു കേട്ടത്. നമ്മൾ ഇപ്രാവശ്യം അവിടെ രമേശ് ചെന്നിത്തലയുടെ പേര് കേൾക്കുന്നില്ല, VD സതീശൻ്റെ പേര് കേൾക്കുന്നില്ല. വേണമെങ്കിൽ നമുക്ക് അവിടെ പറഞ്ഞു KC വേണുഗോപാലിൻ്റെ പേര് പറയാം, അത് നമ്മൾ കേൾക്കുന്നില്ല. അല്ല, VD സതീശൻ വന്നോട്ടെ എന്ന്
ശിവൻകുട്ടി സ്വാഗതം ചെയ്തിട്ടുണ്ട്. ആര് സ്വാഗതം ചെയ്താലും ഇല്ലെങ്കിലും കോൺഗ്രസ് സർക്കിളിൽ പോലും അത്തരം ഒരു പേര് ചർച്ചയ്ക്ക് വരുന്നില്ല. വി.ഡി. സതീശൻ പറയുന്നില്ലല്ലോ. ഒരു യുവനേതാവ് നെമഷജീറിനെ കുറച്ച് കാണുന്നില്ല. നെമഷജീർ ഒരു ആ പ്രദേശത്തുള്ള യുവനേതാവാണ്. അപ്പോൾ പോലും ഒരു ഐക്കൺ എന്നുള്ള രീതിക്ക് ഒരു നേതാവിൻ്റെ പേര് കോൺഗ്രസ് ചർച്ച ചെയ്യാൻ തയ്യാറാവുന്നില്ല ഒരു വളരെ ഗുരുതരമായൊരു വിഷയമാണ്. അത് കോൺഗ്രസ് അഡ്രസ്സ് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖർ എന്താണോ ആഗ്രഹിക്കണേ ആ സ്ഥലത്തേക്ക് വഴുതി മാറാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് മത്സരിച്ചത്. നേമത്ത് ഏകദേശം 22,126 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് രാജീവ് ചന്ദ്രശേഖർ നിലവിലുള്ളത്. അദ്ദേഹത്തെ ഭ്രമിപ്പിക്കേണ്ടത് ഒരുപക്ഷെ അതായിരിക്കും. അപ്പം ആ ഭ്രമത്തെ മാറ്റിമറിക്കാൻ ശിവൻകുട്ടിക്ക് ഒറ്റയ്ക്ക് സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ശക്തമായൊരു മത്സരം അവിടെ കാഴ്ചവെച്ചാൽ മാത്രമാണ് രാജീവ് ചന്ദ്രശേഖറിന് അദ്ദേഹം ആഗ്രഹിക്കണ ഒരു അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തെ ഇല്ലാണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലെ അദ്ദേഹം വീണ്ടും ഒരിക്കൽ കൂടി BJP കൈയിട്ട് നിയമം പോകാതിരിക്കുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നത്. അല്ല, അവിടെ ഒരു കാര്യം ഇപ്പോൾ ദിവൻ പറഞ്ഞതുപോലെ രാജീവ് ചന്ദ്രശേഖറിനെ നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് രാജീവ് ചന്ദ്രശേഖർ ആദ്യമായിട്ട് വരുന്നത് ഇവിടെ. അതിനുമുമ്പ് അദ്ദേഹത്തിന് ഒരു കേന്ദ്ര മന്ത്രിയുടെ പരിവേഷം ഉണ്ടായിരുന്നു. ജിഷ്ണു പറഞ്ഞതുപോലെ ഒരു ബിസിനസ് മാൻ കം പൊളിറ്റീഷ്യനാണല്ലോ രാജീവ് ചന്ദ്രശേഖർ. അതിനുശേഷം നല്ല വോട്ട് അദ്ദേഹം നിയമമടക്കമുള്ള മണ്ഡലങ്ങളിൽ നേടി. പക്ഷേ ഇപ്പോൾ ആരാണ് രാജീവ് ചന്ദ്രശേഖർ എന്നുള്ളത് മലയാളികളും നേമത്തെ വോട്ടർമാരും എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു ശശി തരൂരിനെ പോലെ അല്ലെങ്കിൽ ആ ത്രാസിൽ വെച്ച് അളക്കാൻ കഴിയുന്ന ആളല്ല രാജീവ് ചന്ദ്രശേഖർ എന്നും എന്താണ് അദ്ദേഹത്തിനുള്ള കഴിവെന്നും എന്താണ് അദ്ദേഹത്തിനുള്ള നേതൃമികവെന്നും ഇതിനോടകം അവിടെയുള്ള ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖറിന് അങ്ങനെ പോയി നിയമത്തുള്ള ആളുകൾ മുഴുവനായി വോട്ട് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിഷ്പക്ഷമായി അദ്ദേഹത്തിൻ്റെ BJP സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് എന്താണ് രാജീവ് ചന്ദ്രശേഖരൻ പ്രവർത്തിച്ചത് പറഞ്ഞത് എന്നുള്ളത് കൃത്യമായി അവിടുത്തെ നിഷ്പക്ഷരായിട്ടുള്ള വോട്ടർമാരെങ്കിലും വിലയിരുത്തും എന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല ഇപ്പോൾ BJP മുന്നോട്ട് വയ്ക്കുന്ന ഇപ്പോൾ വികസിത കേരളം എന്ന് പറയുന്ന ആശയം അതൊക്കെ യുവാക്കളെ വലിയ രീതിയിൽ സ്വാധീനിക്കോ, അത് നിയമത്തെ പ്രതിഫലിക്കോ? അല്ല, അതിനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പൊ തിരുവനന്തപുരം നമുക്ക് വടക്കോട്ടുള്ള ഏതെങ്കിലും മണ്ഡലം പോലെ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. അതൊരു നഗര കേന്ദ്രീകൃത മണ്ഡലമാണ്. അവിടെ യുവാക്കൾ, അതിപ്പോൾ നേരത്തെ ജിഷ്ണു സൂചിപ്പിച്ചതുപോലെ ശശി തരൂർ തുടർച്ചയായി വിജയിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം യുവാക്കൾക്കിടയിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾക്കുള്ള ആളുകൾക്കിടയിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സ്വാധീനമാണ്. അത് വിദ്യാസമ്പന്നരായിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള ഒരു മധ്യവർഗ വോട്ടർമാർ കൂടുതലുള്ള ഒരു മണ്ഡലം കൂടിയാണ്. അവിടെ ഞാൻ പറയുന്നത് പോലെ ആ വോട്ടർമാർ മാത്രമല്ല, അതേ മണ്ഡലത്തിൽ തന്നെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഒക്കെ ഉണ്ട്. അവിടെയാണ് ഇപ്പോൾ ഈ നേമം ഷജീറിന്റെ ഒക്കെ പേര് വന്നാൽ സംഭവിക്കാനിടയുള്ള സ്പ്ലിറ്റ് യഥാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖറിന് വെറുതെ വോട്ട് കൊടുക്കുകയും അദ്ദേഹം ജയിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അവിടെ ഇപ്പം രാജീവ് ചന്ദ്രശേഖർ കാണുന്ന വേറൊരു പോയിന്റ് കൂടെ ഉണ്ടാവും. കാരണം ഈ കഴിഞ്ഞ തദ്ദേശ ഇലക്ഷനിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ 22 വാർഡുകൾ പൂർണ്ണമായിട്ടും നേമത്താ വരുന്നത്. 5 വാർഡുകൾ ഭാഗികമായിട്ട് നിയമത്താ വരുന്നത്. അപ്പം നമ്മൾ ഈ 22, 27 കണക്കാക്കിയാൽ പോലും ഏകദേശം 19 വാർഡുകൾ BJPയുടെ കയ്യിലാണ്. 6 വാർഡുകൾ മാത്രമാണ് LDFിൻ്റെ കയ്യിലുള്ളൂ. 2 വാർഡാണ് UDFിനുള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ടായിരിക്കും രാജീവ് ചന്ദ്രശേഖർ ഇത്ര ആത്മവിശ്വാസത്തോടു കൂടി ഇപ്പോഴും തിരുവനന്തപുരത്തെ സമീപിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കഴിഞ്ഞ തദ്ദേശ ഇലക്ഷനിൽ തിരുവനന്തപുരത്തിൻ്റെ ഒരു മാറിയ ചിത്രമുണ്ട്. നമുക്കറിയാം, ശബരിനാഥനെ പോലെ ഒരാളെ ഇറക്കിയിട്ട് തിരുവനന്തപുരത്തിൽ ഓളം ഉണ്ടാക്കാൻ കോൺഗ്രസ് ശ്രമിച്ചിട്ടുണ്ട്. വളരെ പോസിറ്റീവായിട്ട് കോൺഗ്രസ് ഇലക്ഷൻ സമീപിച്ച ഒരു തദ്ദേശ ഇലക്ഷനാണ് ഈ കഴിഞ്ഞു പോയത്. ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, തീർച്ചയായും ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈ BJP എന്നുള്ളൊരു ഭീഷണി ഞങ്ങളേതെങ്കിലും തരത്തിൽ മയപ്പെട്ടു പോയത് കൊണ്ടാണ് BJP അവിടെ ഒരു നേട്ടം ഉണ്ടാക്കിയതെന്ന് എന്നുള്ളൊരു ആ ഒരു പ്രതീതി ഉണ്ടാക്കരുതെന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിയമത്തും എനിക്ക് തോന്നുന്നു ശബരിനാഥൻ നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു, ആ ചർച്ചയിലുണ്ട്. പക്ഷേ ഇതിലൊരു കാര്യം പറയട്ടെ, ഇപ്പൊ കോൺഗ്രസിന്റെ ഒരു ബാഗേജായി ഇതിനെ മാറ്റുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതായത് കോൺഗ്രസ് ഇതിൽ ജാഗ്രത കാണിച്ചില്ല എന്ന് പറയുന്നിടത്ത് ഇത്തവണ ഞാൻ മത്സരിക്കാനില്ല എന്ന് വി ശിവൻകുട്ടിയും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ പോയിന്റിലല്ല ഞാൻ പറഞ്ഞത് 2011 2006 മണ്ഡലപോലും നിർണയത്തിന് ശേഷം 2011 ഉണ്ടാവുന്നു. ഈ 2011 60,000 വോട്ടുണ്ടായിരുന്ന ശക്തന് പകരമാണ് ഈ സഖ്യകക്ഷിക്ക് സീറ്റ് കൊടുക്കുന്നത്. അതിനുശേഷം 2011 ഇലക്ഷൻ വരുമ്പോൾ അന്ന് 6,000 വോട്ട്, 2006 6,000 ചില്ലറ വോട്ടുണ്ടായിരുന്ന BJP 43,000 വോട്ട് നേടി 2ാം സ്ഥാനത്തേക്ക് വന്നു. ആ സമയത്ത് 2016 തെരഞ്ഞെടുപ്പിൽ ആ ജാഗ്രത കോൺഗ്രസ് കാണിക്കേണ്ടിയിരുന്നു. പക്ഷേ കോൺഗ്രസ് കാണിച്ചില്ല. പകരം കോൺഗ്രസ് പിന്നെയും സഖ്യകക്ഷിക്ക് തന്നെ സീറ്റ് കൊടുത്തു. ഒരു തരത്തിലും ആ അർത്ഥത്തിൽ ആ ജാഗ്രത കുറവുകൊണ്ടാണ് ആ വർഷം എന്ത് ചെയ്തത്. പക്ഷേ ആ ജാഗ്രത എന്ത് ചെയ്തു 2020 കോൺഗ്രസ് കാണിച്ചു. ഞാൻ പറയുന്നത് 2011 ശേഷം കോൺഗ്രസ് വിജയിച്ചിട്ടില്ല. ഇവിടെ കോൺഗ്രസ് രണ്ടാമതും എത്താൻ പറ്റാത്ത അവസ്ഥയിലാണ്. പിന്നെ 2016 മുതൽ ഇങ്ങോട്ടൊക്കെ 2ാം സ്ഥാനത്ത് പോലും ഇല്ല. അങ്ങനൊരു സ്ഥലത്ത് 3ാം സ്ഥാനത്ത് വന്ന് തോൽക്കാൻ കെ മുരളീധരനെ പോലെ ഒരു സ്റ്റേച്ചറുള്ള നേതാവ് തയ്യാറായാൽ മാത്രമേ അവിടെ BJP ജയിക്കാതിരിക്കൂ. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്.
അതിന് കോൺഗ്രസ് തയ്യാറാവുക എന്ന് പറയുന്നത്, അതായത് നിങ്ങൾ ജയിക്കില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ 3-ാം സ്ഥാനത്തായിരിക്കും, പക്ഷെ നിങ്ങൾ അവിടെ മത്സരിക്കണം, കാരണം BJP ജയിക്കരുത് എന്ന അവസ്ഥയിൽ കോൺഗ്രസ് തീരുമാനമെടുക്കണം. ആ തീരുമാനമെടുക്കാൻ കോൺഗ്രസ് തയ്യാറാകുമ്പോൾ മാത്രമേ അവിടെ BJP ജയിക്കാതിരിക്കുന്നുള്ളൂ എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. അതായത് കെ മുരളീധരനെ പോലെ ഒരു സ്റ്റേച്ചറുള്ള ആളെ കൊണ്ടുവരണം ഇത്തവണ. കെ മുരളീധരൻ അല്ലെങ്കിൽ ശശി തരൂർ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ശബരിനാഥൻ പോലെയുള്ള ആളുകളെ അവിടെ അവതരിപ്പിക്കണം. ശബരിനാഥൻ വിജയിക്കാൻ യാതൊരു സാധ്യതയില്ല. ശബരിനാഥൻ 3-ാം സ്ഥാനത്തായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ 30,000-ത്തിലധികം വോട്ട് ശബരിനാഥന് ബാഗ് ചെയ്യാൻ സാധിക്കുമ്പോൾ മാത്രമേ അവിടെ സംഘപരിവാർ അല്ലെങ്കിൽ BJP വിജയിക്കാതിരിക്കുന്നുള്ളൂ. അങ്ങനെ ഒരു തീരുമാനം കോൺഗ്രസ് എടുക്കുക എന്ന് പറയുന്നത് അതൊരു ചെറിയ തീരുമാനമല്ല. അതിനൊരു നേതാവ് തയ്യാറാവണം. തോൽക്കാനുള്ള മനസ്സോടുകൂടി അവിടെ വർക്ക് ചെയ്യാൻ ഒരു നേതാവ് തയ്യാറായി മുന്നോട്ട് വരിക എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അതൊരു തീരുമാനം മാത്രമല്ല, അതൊരു ഉത്തരവാദിത്വം കൂടിയാണ്. മറ്റു പല മണ്ഡലങ്ങളിൽ ഇടതുപക്ഷ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുണ്ട്. നമ്മൾ തന്നെ സംസാരിച്ച മഞ്ചേശ്വരത്ത് ആ ഉത്തരവാദിത്തം ഇടതുപക്ഷം ഏറ്റെടുക്കുന്നുണ്ട്. അവിടെ ഇപ്പൊ ഞാൻ പറയുന്നത്, ഇപ്പോൾ മുരളീധരൻ മത്സരിച്ച സമയത്ത് കോൺഗ്രസിന്റെ വോട്ട് കൂടി എന്ന് പറഞ്ഞു. ആ കൂടിയ വോട്ടുകൾ മുൻപ് കോൺഗ്രസിന്റെ കയ്യിലുണ്ടായിരുന്ന വോട്ടുകളാണ്. ആ വോട്ടുകൾ മുരളീധരൻ മത്സരിച്ചപ്പോ തിരിച്ച് കോൺഗ്രസിലേക്ക് തന്നെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ഞാൻ പറയട്ടെ, ഇതൊരു രാഷ്ട്രീയ ദൗത്യമായി കാണണം. കോൺഗ്രസ് ഒരു മതേതര സ്വഭാവത്തിൽ നിൽക്കുന്ന ഒരു വിശാലമായ ദേശീയ സ്വഭാവമുള്ള ഒരു പാർട്ടി അവരുടെ ഒരു മതേതര പാരമ്പര്യത്തിന്റെ ഏറ്റവും തെളിയിക്കാനുള്ള പ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് കാണും. ഇപ്പം ഞാൻ പറയാം, ഇപ്പം ശബരിനാഥിന്റെ കാര്യം തന്നെ നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തിന് എന്തെങ്കിലും ഉറപ്പുണ്ടോ തിരുവനന്തപുരം മേയറാവുന്ന ഓർത്താണ് ശബരിനാഥ് മത്സരിച്ചത്? അല്ല, അവിടെ ഈ BJPയുടെ ഒരു മുന്നേറ്റം ഉണ്ടാവുമെന്നും അത് തടയാൻ വേണ്ടി ഒരു അത്തരത്തിലൊരു ഐക്കോണിക് ആയിട്ടുള്ള ഒരാൾ അവിടെ വേണം എന്നുള്ളൊരു ധാരണയുടെ ഒക്കെ പുറത്തായിരിക്കും ശബരിനാഥ് മത്സരിച്ചത്. സ്വാഭാവികമായിട്ടും അതൊരു രാഷ്ട്രീയ ഉത്തരവാദിത്തമായിട്ട് ശബരിനാഥ് ഏറ്റെടുത്തുകൊണ്ടാണ് ശബരിനാഥ് മത്സരിക്കാൻ തയ്യാറായത്. അദ്ദേഹം കൃത്യമായിട്ടൊരു നിയമസഭാ MLA കാൻഡിഡേറ്റ് ആണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. അതിനനുകൂലമായ ഒരുപാട് മണ്ഡലങ്ങളുണ്ട്. പക്ഷെ അദ്ദേഹം അവിടെ തയ്യാറായി ആ ഒരു രാഷ്ട്രീയ ദൗത്യം നിർവഹിക്കാൻ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ ആ ഒരു ടേക്ക് കോൺഗ്രസ് നിർബന്ധമായിട്ട് എടുക്കണം. എൻ്റെ ഒറ്റ കാര്യമുള്ളൂ, ഒറ്റ പോയിന്റുള്ളൂ. അതായത് നേമത്ത് BJP വിജയിക്കുമ്പോൾ അത് കോൺഗ്രസിന്റെ പ്രശ്നമാണെന്ന് പറയുകയും നേമത്ത് BJPയുടെ അക്കൗണ്ട് പൂട്ടിക്കുമ്പോൾ അത് ശിവൻകുട്ടി പൂട്ടിച്ചാണെന്നും പറയരുത്. അല്ല, ഞാൻ പറഞ്ഞേക്ക് ഇതിനൊരു നെറേറ്റീവ് ഉണ്ട്. ആ നെറേറ്റീവിനോടാണ് ഞാൻ സംസാരിക്കുന്നത്. ആ നെറേറ്റീവ് പ്രശ്നമാണ്. ഇത് നമ്മൾ ഏത് ഘട്ടത്തിൽ പറയണമെന്നറിയോ? സ്വാഭാവികമായിട്ടും 2006 ഒരു വോട്ടിംഗ് പാറ്റേണിൽ നിന്ന് CPM ആണ് ഇങ്ങനെ തിരിച്ചു പോയി. നമ്മളിത് CPM എങ്ങനെയാന്ന് പറയും. CPM ആണെങ്കിൽ രാഷ്ട്രീയ ജാഗ്രത കാണിക്കാതെ ആ മണ്ഡലം BJPയുടെ കൈയിട്ട് പോയെങ്കിൽ തീർച്ചയായും നമ്മൾ CPM രാഷ്ട്രീയ ജാഗ്രത കാണിച്ചില്ല എന്ന് പറയും. ഇത് കൃത്യമായിട്ട് 60,000 വോട്ട് 2006 ഉണ്ടായിരുന്നു. ഓക്കെ, 2011 മണ്ഡലത്തിന്റെ സ്വഭാവം മാറി. അവിടെ BJP നേടിക്കഴിയുമ്പോൾ അവിടെ ഒരു കാണിക്കേണ്ട രാഷ്ട്രീയ ജാഗ്രത ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പൊ പോലും ഇവർ തിരിച്ചു പിടിച്ചെന്ന് പറയുന്ന വോട്ട്, അതായത് കെ മുരളീധരൻ കഴിഞ്ഞ പ്രാവശ്യം തിരിച്ചു പിടിച്ചു പറയുന്ന വോട്ട്, അത് BJP ഇട്ട് പോയ കോൺഗ്രസ് വോട്ടിന്റെ മുഴുവൻ തിരിച്ചു പിടിച്ചെന്ന് പോലും നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയിലുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞത് ആ ഒരു അർത്ഥത്തിലാണ്. അത് CPM കാണിച്ചാൽ നമ്മൾ CPM ആണെന്ന് പറയും. അല്ല, ഇപ്പോൾ BJPയുടെ കാര്യത്തിൽ നമ്മൾ BJPക്ക് എങ്ങനെ ജയിക്കുന്നത് മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. എന്താണ് BJPക്ക് നെഗറ്റീവ് ആകുന്ന ഒരു ഘടകമെന്ന് പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട്. ആ നിയമ വാർഡിനെ സംബന്ധിച്ച് മണ്ഡലത്തെ പറ്റി പറയുകയാണെങ്കിൽ തിരുമല അനിൽ എന്ന് പറയുന്ന BJP കൗൺസിലറായിരുന്ന തിരുമല അനിലിൻ്റെ മരണം, അദ്ദേഹം ഏറ്റവും രൂക്ഷമായിട്ടുള്ള ആരോപണം ഉയർത്തിയ ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹത്തിൻ്റെ BJPക്കാരുടെ സൊസൈറ്റിയിൽ അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള സഹായം തേടി രാജീവ് ചന്ദ്രശേഖരെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹത്തെ കാണാൻ വിസമ്മതിച്ചെന്നും അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിലുള്ള കാര്യമാണ്. ആ ഒരു ഘടകം അവിടെ നിൽക്കുന്നതിൻ്റെ പിന്നാലെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് അനിൽ കെ തമ്പി എന്ന് പറയുന്ന RSS വക്താവ്, RSSൻ്റെ പ്രവർത്തകനായിരുന്ന ആൾ സ്ഥാനാർത്ഥിത്വം ചൂണ്ടിക്കാട്ടി BJP RSS നേതാക്കളെ ഒരേപോലെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം ആത്മഹത്യയിലേക്ക് പോയത്. അങ്ങനെ 2 ആത്മഹത്യകൾ BJPയുടെയും RSSൻ്റെയും ഉന്നത തലത്തിലുള്ള 2 ആത്മഹത്യകൾ അവിടെ സംഭവിച്ചു എന്നുള്ളത് വലിയ ചർച്ചാ വിഷയമാണ്. സാധാരണക്കാർക്കിടയിൽ ചർച്ചയാണ്. തിരുമല അനിൽ എന്ന് പറയുന്നത് അവിടെ നിർണായക സ്വാധീനമുള്ള, അവിടുത്തെ സാധാരണക്കാർക്കിടയിൽ നിർണായക സ്വാധീനമുള്ള ഒരു നേതാവ് കൂടിയായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ BJPക്ക് വേണ്ടി ചുവരെഴുതി തുടങ്ങി താമരചിഹ്നം വരച്ചാണ് രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയത്. അദ്ദേഹം അതിനുശേഷം പറഞ്ഞ കാര്യം വരൂ ഇനി നമുക്ക് മാറാം എന്നാണ്. BJPയെ ഭരണമേൽപ്പിച്ചാൽ മാറുമോ എന്നുള്ളതിൻ്റെ ആദ്യ സൂചന, എന്ത് സംഭവിക്കുന്നുള്ളതിൻ്റെ ആദ്യ സൂചന പക്ഷേ നെഗറ്റീവാണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം അവരുടെ ആദ്യ പരീക്ഷണ വേദിയായിരുന്നു ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്ന സംഭവം. ആ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ വർഷങ്ങളിൽ എത്ര ഫലപ്രദമായിട്ട് അവിടെ നടത്തി, കോർപ്പറേഷൻ ഫലപ്രദമായി നടത്തി എന്നുള്ളത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം ചർച്ചയാണ്. അതായത് പൊങ്കാല 12 മണിയോടുകൂടി 2 മണിയോടുകൂടി കഴിയുന്നു, ആളുകൾ പിരിഞ്ഞു, 6 മണിയോടുകൂടി നഗരം ക്ലീനാക്കുകയാണ്. ഞാൻ അവിടെ 10 വർഷത്തോളം താമസിച്ച ആളാണ്. അക്കാര്യത്തൊക്കെ എനിക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. 12 മണിക്ക്, രാത്രി 12 മണിക്കുള്ളിൽ ആ നഗരം ക്ലീനാണ്. പിറ്റേന്ന് നമ്മൾ പുലർച്ചെ രാവിലെ എഴുന്നേറ്റ് വന്നാൽ ഇന്നലെ ഇവിടെ ഒരു മഹാപൊങ്കാല നടന്നു എന്നുള്ള ഒരു സൂചനയും ഇല്ലാത്തൊരു നഗരമായിട്ടാണ് മാറിയിരുന്നത്.
പക്ഷേ എന്താണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത്? ഒരു ഏകോപനമില്ലായ്മ, ഒരു ഭരണതലത്തിലെ ഏകോപനമില്ലായ്മ, അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലെ കെടുകാര്യസ്ഥത, ഇതിൻ്റെ എല്ലാം ആദ്യ സൂചന എന്താണ് എന്നുള്ളൊരു BJP ഭരണത്തിൽ അത് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമായിട്ടുണ്ട്. നന്നാക്കിയില്ല എന്നല്ല പറയുന്നത്, പക്ഷേ അവർ ക്ലീൻ ചെയ്തു, നഗരം ക്ലീൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ പലയിടങ്ങളിലും കെട്ടുകണക്കിന് വേസ്റ്റ് കൂട്ടിയിട്ടേക്കുന്ന അവസ്ഥയാണ്. സോഷ്യൽ മീഡിയ പരിശോധിച്ചാൽ അത് കാണാൻ കഴിയും. ഇങ്ങനെ ഒരു വസ്തുതയുണ്ട്. ഈ വസ്തുത വെച്ച് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ടെന്ന് ഉള്ള ചൊല്ലുണ്ടല്ലോ. നിയമംകാർ ചിന്തിക്കുകയാണെങ്കിൽ അവർക്ക് ദൃഷ്ടാന്തമുണ്ട്. BJPയെ കാര്യങ്ങൾ ഏൽപ്പിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും മുന്നോട്ടുള്ള കാര്യങ്ങളുടെ പോക്ക്, ഭരണം എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ശരിക്കും പറഞ്ഞാൽ ഇത്. ഈ രണ്ട് കാര്യങ്ങൾ കൂടി ചേർത്തിട്ടായിരിക്കാം ഒരു പക്ഷേ നേമത്തെ വാർഡിലെ മണ്ഡലത്തിലെ ആൾക്കാർ ഒരുപക്ഷെ ചിന്തിച്ച് വോട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു തിരിച്ചടി തന്നെയായിരിക്കും രാജീവ് ചന്ദ്രശേഖരന്. അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആദ്യം മത്സരിക്കാൻ വന്ന രാജീവ് ചന്ദ്രശേഖർ അല്ല ഇപ്പോൾ, അദ്ദേഹം പാർട്ടി പ്രസിഡന്റ് ആയതിനു ശേഷം. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ BJP എന്ന് പറയുന്നത് ഒരു കേഡർ സ്വഭാവമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. അവിടെ വന്നിട്ട് ഒരു സംസ്ഥാന അധ്യക്ഷൻ സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങുകളെ കുറിച്ചിട്ടുള്ള വാർത്തകൾ നമ്മൾ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് മീറ്റിങ്ങുകൾ എന്ന് പറയുന്നത് ചർച്ചകളും വിമർശനങ്ങളും അല്ല, അവിടെ നടക്കുന്നത് പവർ പോയിന്റ് പ്രസന്റേഷനാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ കുറേ ടീമുകൾ വന്ന് ഒരു വലിയൊരു ടീമുമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ വന്ന് അദ്ദേഹത്തിൻ്റെ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനോട് എത്രമാത്രം യോജിക്കാൻ അവിടെയുള്ള താഴേക്കിടയിലുള്ള പ്രവർത്തകർക്ക് കഴിയുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം അവിടെയുള്ള എത്ര പ്രവർത്തകരെ കൂടെ ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ BJP അവിടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ തന്നെ BJPയുടെ സംസ്ഥാന ഘടകത്തിൽ തന്നെ എന്ത് ഏകോപനമാണ് ഉള്ളത്? പലരും പല വഴിക്ക് പോകുന്നു. രാജീവ് ചന്ദ്രശേഖരനും അദ്ദേഹത്തിൻ്റെ കുറച്ച് വിശ്വസ്തരും കൂടി ഒരു വഴിക്ക് പോകുന്നു. അങ്ങനെ പോകുന്ന ഒരു സംഘടനാ സംവിധാനവും വെച്ച് നിയമത്തെ ഒരു അത്ഭുതം കാണിക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തെക്കുറിച്ച് കൃത്യമായ വിലയിരുത്തൽ നിയമത്തുകാർക്കും മലയാളികൾക്കും ഇതിനോടകം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ സായി പറഞ്ഞു നിർത്തിയ ഒരു ഇതിനകത്ത് അഡീഷണൽ ആയിട്ടൊരു പോയിന്റ് കൂടെ പറയാം നമുക്കിപ്പം. ഈ BJP ആയിട്ട് ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരസഭ തെരഞ്ഞെടുപ്പ് BJP വലിയ രീതിക്ക് ജയിച്ചെങ്കിൽ പോലും രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ ഒരു പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ് വളരെ ദുർബലപ്പെട്ടു പോകുന്ന ഒരു ഡിസിഷനാണ് അതിൻ്റെ ഭാഗമായിട്ടുണ്ടായത്. കാരണം മേയർ സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ ആളെയല്ല BJPയുടെ നേതൃത്വം തീരുമാനിച്ചത്. VV രാജേഷിനെ പോലെ RSSന്റെ ബാക്കപ്പ് ഉള്ള ഒരാളാണ് അവിടെ വന്നത്. നമുക്കറിയാം തിരുവനന്തപുരത്ത് RSS എന്താണെന്ന് അറിയാം. RSS എന്ന് പറഞ്ഞാൽ BJPയുടെ യഥാർത്ഥ ബാക്ക് ബോണാണ്. പക്ഷേ ആ ബാക്ക് ബോണിന്റെ അതേ അർത്ഥത്തിലുള്ള അൾട്ടിമേറ്റ് പിന്തുണ രാജീവ് ചന്ദ്രശേഖരന് ഇല്ലാന്നോടെ കൂടി വ്യക്തമായ വളരെ ദുർബലനായ ഒരു പ്രസിഡന്റാണ് രാജീവ് ചന്ദ്രശേഖരനോട് കൂടി പൊതുസമൂഹത്തിനോട് കൂടി ബോധ്യമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ സ്വയം സ്ഥാനാർത്ഥിയായിട്ട് BJPക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള ഈ സംസ്ഥാനത്ത് തന്നെ ഈസി വാക്ക് ഓവർ ലഭിക്കുമെന്ന് BJPക്കാർ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി വരുന്നത് അതെങ്ങനെ ഈ BJP സർക്കിളിൽ പോലും ചർച്ചയാവുന്നുള്ളതും വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. പക്ഷേ അതിൽ ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ. അതായത് ഇപ്പോൾ ഈ നഗരസഭ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മേയർ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ എത്രത്തോളം രാജീവ് ചന്ദ്രശേഖരന് അധികാരമുണ്ട് എന്ന ചോദ്യമൊക്കെ ഉയരുന്നത്. പക്ഷേ അതിനു മുമ്പ് നഗരസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് ആരായിരുന്നു മുഖം തിരുവനന്തപുരത്ത് എന്നുള്ള ചോദ്യമുണ്ട്. തിരുവനന്തപുരത്ത് VV രാജേഷ് അല്ല മുഖം. തിരുവനന്തപുരത്ത് മുഖം രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ്. രാജീവ് ചന്ദ്രശേഖർ എന്ന നേതാവിനെ മുഖമായി നിർത്തിക്കൊണ്ട് തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് മാത്രമല്ല, നമ്മൾ ശ്രദ്ധിക്കാതെ പോയ മറ്റൊരു വിഷയം കൂടി ഇതിനകത്ത് ഇടയാണ്. അതായത് നിങ്ങൾ ഈ പറയുന്ന ഈ നഗരസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ തുടർച്ചയായി കേരളത്തിൽ ട്രോൾ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ഈ പറയുന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ സമയത്തും രാജീവ് ചന്ദ്രശേഖർ ഈ സ്ഥാനാർത്ഥികളെല്ലാം മുന്നിൽ നിർത്തി താനാണ് ഈ ബറ്റാലിയനെ നയിക്കുന്നത് എന്ന തരത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ ഇറങ്ങുന്നത്. ആ രാജീവ് ചന്ദ്രശേഖരനെ തന്നെയാണ് തിരുവനന്തപുരത്ത് ആളുകൾ വോട്ട് ചെയ്തത്. അത് മാത്രമല്ല, നോക്കൂ, SIR വന്ന സമയത്ത് കേരളത്തിൽ 8,97,000 വോട്ടുകൾ വെട്ടിപ്പോയിട്ടുണ്ട്. അതിൽ 1.5 ലക്ഷം വോട്ടുകൾ വെട്ടിയത് തിരുവനന്തപുരത്തെ 4 മണ്ഡലങ്ങളിലാണ്. ഒന്ന് തിരുവനന്തപുരം, ഒന്ന് വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, നേമം. ഈ 4 മണ്ഡലങ്ങളിലായിട്ട് 1.5 ലക്ഷം വോട്ട് വെട്ടിപ്പോയിട്ടുണ്ട്. ഈ വോട്ട് ആരുടെയാണ് വെട്ടിപ്പോയത് എന്നതുകൂടി ഈ തെരഞ്ഞെടുപ്പിനെ വളരെ കൃത്യമായി സ്വാധീനിക്കാൻ സാധ്യതയുള്ള കാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നേമത്ത് മാത്രം 38,063 വോട്ടുകൾ വെട്ടിയിട്ടുണ്ട് 2021 താരതമ്യം ചെയ്യുമ്പോൾ. ഇവിടെയാണ് ഞാൻ പറയുന്നത്, ഇത് മാത്രമാണോ രാജീവ് ചന്ദ്രശേഖരൻ്റെ കോൺഫിഡൻസ്? ഈ പറയുന്ന തെരഞ്ഞെടുപ്പുകളുടെ വിജയമുണ്ട്. അത് മാത്രമല്ല, ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സ് കൂടി നിലനിൽക്കുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന നേതാവിനെയും ഈ പറയുന്ന BJPയുടെ ശക്തിയെയും ചെറുതാക്കി കാണുന്നിടത്തോളം കാലം നമ്മൾ വീണ്ടും ഈ പറയുന്ന BJP വിരുദ്ധ സഖ്യത്തിൽ ഉൾപ്പെടുന്ന ആളുകൾ വീണ്ടും ഒരു കുഴിയിലേക്കാണോ പോയി ചാടുന്നത് എന്നുള്ളതാണ് ചോദ്യം. അവിടെ ഈ പറഞ്ഞ പോലെ കോൺഗ്രസ് ഒരു മികച്ച സ്ഥാനാർത്ഥി നിർത്താൻ ശ്രമിക്കണമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട, നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതൊരു രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ്. ഇപ്പം നേമൻ ഷജീർ എന്നൊക്കെ പറയുന്നത്, നേമൻ ഷജീർ ആരാന്നുള്ള കൂടി നമ്മൾ ആലോചിക്കണം. അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അയോഗ്യനാക്കി പ്രഖ്യാപിച്ച് കഴിഞ്ഞ് ഇയാൾ വീണ്ടും നിയമസഭയിലേക്ക് വരുന്ന സമയത്ത് ഇയാളുടെ കൂടെ വണ്ടി കയറിപ്പോയ ആളാണ് ഈ നേമൻ ഷജീർ നിയമസഭയിലെതിരെ പരാതിയും പോയിട്ടുണ്ട്. നിയമസഭയിട്ട് വരുമ്പോഴൊക്കെ ഉണ്ടായിരുന്നു.
അങ്ങനെ ഒരാളെയാണോ കോൺഗ്രസ് ഇവിടെ നിർത്തേണ്ടത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ അതൊരു രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം കോൺഗ്രസും അതുപോലെ തന്നെ CPM ഉം LDF ഉം നിറവേറ്റിയില്ലെങ്കിൽ ഈ പറഞ്ഞ ഫാക്ടേഴ്സ് എല്ലാം ഒരു പക്ഷത്ത് രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമായി നിൽക്കുന്നുണ്ട്. അയാളുടെ ഒരു അടുത്ത ലെവൽ ഓഫ് എക്സിക്യൂഷൻ അവിടെ നടക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അല്ല, ഈ പറഞ്ഞതൊന്നും BJP യെ വില കുറച്ച് കാണിക്കുന്ന ഒരു കാര്യമായിട്ട് കണ്ട. ഇതെല്ലാമാണ് BJPയുടെ ബലഹീനതകൾ എന്ന് എതിരാളികൾ തിരിച്ചറിയുകയും അവരതിനനുസരിച്ചുള്ള പൊസിഷനിങ് എടുക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സഹായമായിട്ടെന്നുള്ള രീതിക്കോടെ കൂടി ഇതിനെ കണ്ടാൽ മതി. അല്ല, അവിടെ തോക്കാൻ നിൽക്കുന്ന സ്ഥാനാർത്ഥിയായാൽ പോലും അയാളുടെ ഗ്രാഫ് കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു തന്നെ നിൽക്കും. ഒരു സംശയമുണ്ട്. ഇനി 3ാം സ്ഥാനത്തേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥി പോയാൽ പോലും അയാൾ എടുക്കുന്ന ആ ഒരു ഫൈറ്റ് അത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ എഴുതപ്പെടുക തന്നെ ചെയ്യും. അതൊരു സംശയം ഉണ്ടാവില്ല. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ചർച്ചാ വിഷയമാകുന്ന ഒരു കാര്യം വികസനം തന്നെയാണല്ലോ. നേമത്ത് PRDയിൽ പ്രസിദ്ധീകരിക്കുന്ന കണക്ക് പ്രകാരമാണെങ്കിൽ ചർച്ചയാവുന്ന വിഷയങ്ങൾ സൂചിപ്പിക്കുകയാണെങ്കിൽ 900 കോടിയുടെ വികസനം നടപ്പാക്കിയതാണ് വി ശിവൻകുട്ടി അവകാശപ്പെടുന്നത്. നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളൊരു കാര്യം മറന്നു പോകുന്നുണ്ട്. അദ്ദേഹം തൊഴിൽ മന്ത്രി കൂടിയാണ്. അതായത് സംസ്ഥാനത്തെ തൊഴിൽ നൈപുണ്യത്തിൻ്റെ ഹബ്ബാക്കി മാറ്റുകയാണ്. അത് ഹബ്ബ് സ്ഥാപിക്കുന്നത് നേമത്താണ് അദ്ദേഹം സ്ഥാപിക്കാൻ പോകുന്നത്. അതായത് വിഴിഞ്ഞം ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യുന്ന ഘട്ടത്തിൽ ഉണ്ടാകാൻ പോകുന്ന തൊഴിൽ സാധ്യതകൾ മുൻനിർത്തി അത്രയും വിശാലമായിട്ട് ഭാവിയിലേക്ക് നോക്കിക്കണ്ടുള്ള തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ 8ഓളം പാലങ്ങൾ അദ്ദേഹം ഈ മണ്ഡലത്തിൽ നിർമ്മാണം പൂർത്തിയാക്കുന്നുണ്ട്, അല്ലെങ്കിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ കൂടാതെ വിദ്യാഭ്യാസ രംഗത്ത് 13ഓളം പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ, അതെപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ 20 വർഷമായിട്ട് 20 വർഷം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭരണകാലം ഉണ്ട് മുമ്പ്, എങ്കിൽ പോലും ഒരു തിരുമല തൃക്കണ്ണപുരം റോഡ് വികസനം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നുണ്ട്. അപ്പം വികസനം ചർച്ചയാവുകയാണെങ്കിൽ വികസനത്തിൻ്റെ പേര് പറഞ്ഞ് വോട്ട് നേടാൻ പോകുന്ന BJP സംബന്ധിച്ച് അതിനെ കൗണ്ടർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ശിവൻകുട്ടി അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. 900 കോടി എന്ന് പറയുമ്പോൾ അദ്ദേഹം വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടി അവസാനമായിട്ട് പറഞ്ഞുകൊള്ളട്ടെ. നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഈ അടുത്ത കാലത്ത് VD സതീശൻ്റെ ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു വിഷ്വൽ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് കിട്ടിയ ഒരു നിവേദനം അദ്ദേഹം കീറിക്കളയുന്നതാണ്, സ്റ്റേജിൽ വെച്ച് തന്നെ കീറിക്കളയുന്നതാണ്. പക്ഷേ ഇന്ന് ഞാൻ കണ്ട ഒരു ക്ലിപ്പ് എന്ന് പറയുന്നത്, ഒരു റീൽ എന്ന് പറയുന്നത്, ഒരു സ്കൂളിലെ ചടങ്ങിൽ ഒരു വിദ്യാർത്ഥി, അവൻ ഏറ്റവും മികച്ച കുട്ടിക്കുള്ള എന്തോ പുരസ്കാരം കിട്ടിയാണ്. ആ പുരസ്കാരം മന്ത്രി നിന്ന് ഏറ്റുവാങ്ങിയ ശേഷം അവൻ ഒരു കുറിപ്പ് കൊടുക്കുകയാണ്, ഒരു പേപ്പർ. അവൻ വീടില്ല എന്നുള്ളതാണ് സത്യം. മന്ത്രി അവനെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് അപ്പോൾ തന്നെ അതിന് പരിഹാരം കാണുന്നതായിട്ടാണ്. അതായത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിക്കുന്നു. ഇത് പഴയതാണോ പുതിയതാണോ എന്ന് എനിക്കറിയില്ല. ഇത് കീറിക്കളഞ്ഞു എന്ന് പറയുന്നത് അത് VD സതീശൻ വിശദീകരണം നൽകിയിട്ടുണ്ട്. അതായത് VD സതീശൻ മാത്രം വായിക്കേണ്ട ഒരു കാര്യമായിട്ട് ഒരു വരിയിൽ എഴുതുന്ന സാധനം മറ്റാരും കാണാതിരിക്കാൻ കീറിക്കളഞ്ഞാണെന്ന് പറയുന്നത് നമ്മൾ ഈ താരതമ്യമൊക്കെ വരുന്ന സമയത്ത് അത് വലിയ പ്രശ്നമാണ്. സമ്മതിച്ചു, ഞാൻ പറഞ്ഞു. പക്ഷേ അല്ല, ഇദ്ദേഹം എടുക്കുന്ന ഒരു എഫേർട്ടാണ് ഞാൻ പറയുന്നത്. അവിടെ കിട്ടുന്ന ഒരു സാധനത്തെ അദ്ദേഹം എത്ര വേഗത്തിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, സ്കൂളുകളിൽ നിന്ന് ഉയരുന്ന പരാതികളിലൊക്കെയും വളരെ പെട്ടെന്ന് റിപ്പോർട്ട് തേടുകയും ചിലതൊക്കെ വിവാദമായി മാറും. പിന്നെ അത് മാത്രമല്ല, എൻ്റെ വീടിനോടടുത്ത് ചേർന്ന തെക്കും ഭാഗത്തെ മിഥുൻ്റെ മരണം, ഷോക്കേറ്റ മരണം, അവന് വീടില്ലാത്തൊരവസ്ഥയായിരുന്നു. ആ കുടുംബത്തിന് വീട് വെച്ച് നൽകി അദ്ദേഹം തന്നെ ചെന്ന് ആ വീട് തുറന്നു കൊടുക്കുന്നത്. ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇത്രയധികം ജനകീയതയും, എങ്കിൽ നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്ന വികസനവും സാധ്യമാക്കുന്ന ഒരാളെ എന്ന നിലയിൽ കൃത്യമായിട്ട് അവരുടെ എഡ്ജുണ്ട് വി ശിവൻകുട്ടിക്ക് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് തന്നെ വരാം. അവിടെ ശക്തനായിട്ടുള്ളൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ പറഞ്ഞതുപോലെ ശിവൻകുട്ടിക്ക് ജയിക്കാം, ഈസി ആയിട്ട് ജയിക്കാം. പക്ഷേ അപ്പോഴും ഒരു കാര്യമുണ്ട്, 2019 33,000 ചെല്ലുവാനും വോട്ടുണ്ടായിരുന്നു ലോക്സഭാ ഇലക്ഷനിൽ. 2024 വരുമ്പോഴും 33,000 ചെല്ലുവാനും വോട്ട് CPMന് അവിടെയുണ്ട്. അവരുടെ വോട്ട് ബേസിന് യാതൊരു വിധത്തിലുള്ള തകർച്ചയും അവിടെ സംഭവിച്ചിട്ടില്ല. പിന്നെ ഈ വിഴിഞ്ഞത്തിന്റെ ഒരു കാറ്റേറ്റ് എടുക്കുന്ന സ്ഥലവും കൂടെ കൂടിയാണ് നേമം. സ്വാഭാവികമായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ച് ഉമ്മൻചാണ്ടി അത്തരം ഐക്കൺ സാധനങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടെ കൂടിയായിട്ട് നേമം മാറാനുള്ളൊരു സാധ്യതയുണ്ട്. അതും കോൺഗ്രസ് ഒരു വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയെ പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പോയിന്റാണ് അവിടെ നേമത്തെ സംബന്ധിച്ച്. അപ്പൊ നേമത്തെ കാറ്റ് എങ്ങോട്ട് വീശും എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള, ഒരുപാട് ചർച്ചകൾക്ക് സ്കോപ്പുള്ള ഒരു മണ്ഡലം തന്നെയാണ് നേമം. ചില ഘടകങ്ങളിലൂടെയൊക്കെ നമ്മൾ പോയി. അപ്പോൾ എന്ത് സംഭവിക്കും നേമത്തെ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം. ഈ സ്ഥാനാർത്ഥികൾ ആരാണെന്നുള്ളത് നമ്മൾ ഉറ്റുനോക്കുകയാണ്. നേമ മണ്ഡലത്തിൽ ഇക്കുറി ആരാകും ആർക്കൊപ്പം?